എൻ്റെ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്താണ് എൻ്റെ വീട്. ഈ മഹത്തരമായ ബിസിനസ്സിൽ ഏകദേശം 9 വർഷം ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഈ ബിസിനസ്സിൽ. ഈ 9 വർഷമായിട്ടും മുഴുവൻ സമയമാണ് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുന്നേ മാഡം പറഞ്ഞതുപോലെ ഒരു കമ്പനിയിൽ ഒരു ബ്രാഞ്ച് മാനേജറായിട്ട് പ്രവർത്തിക്കുന്ന സംസ്ഥ കമ്പനിയിൽ ബ്രാഞ്ച് മാനേജറായിട്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് ഈ അവസരം കേൾക്കുന്നത്. ഈ അവസരത്തിന്റെ സാധ്യത മനസ്സിലാക്കി ജീവിതത്തിൽ എല്ലാവർക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളെല്ലാം ഉണ്ട്. അത് നേടിയെടുക്കാൻ വേണ്ടി ഈ ബിസിനസ്സിലേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. എന്തായാലും എന്നെ ഇതിലേക്ക് ക്ഷണിച്ച കിക്ക് കിക്ക് സ്റ്റാർട്ട് അല്ലെ, മോർണിംഗിലേക്ക് ക്ഷണിച്ച എല്ലാ ലീഡേഴ്സിനും ആദ്യമായിട്ട് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഫൈൻ. വളരെ കുറച്ച് സമയം മാത്രമാണ് നിങ്ങളുമായിട്ട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യമുള്ളൂ. ഫൈൻ. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഇവിടെ ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ ബിസിനസ്സിൻ്റെ ഒരു 80% ബിസിനസ് ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീജ മാഡം എൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കുന്ന സമയത്ത് ആക്ച്വലി ഇന്ന് ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇവിടെ. 2 ദിവസം ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട് ഇവിടെ. അതിൻ്റെ ഒരു പ്ലാനിലാണ് മാഡം വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത ടീമാണ് നമ്മൾ ടീം ഏജിയൽ ലീഡേഴ്സ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മളത് ഏറ്റെടുത്തത്. എനിവേ, ഇപ്പൊ ഞാൻ ഈ ബിസിനസ്സിൽ വരാനുള്ള ഒരു കാരണം നേരത്തെ മാഡം പറഞ്ഞതുപോലെ എല്ലാത്തിനും കാരണം ഉണ്ടാവുമല്ലോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, തരംതിരിക്കുന്നത് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ. മതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നതുപോലെ തന്നെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ തരംതിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു സാഹചര്യം, ഇപ്പം 2026 ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഐ ആം റൈറ്റ്. അപ്പോൾ ഈ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു 30,000 40,000 ഒക്കെ അല്ലെങ്കിൽ അതിന് താഴേക്ക് വരുമാനം ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തികളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ലൈഫാണ്. എല്ലാത്തിനും അഡ്ജസ്റ്റ്മെന്റ് ആണ്, കോംപ്രമൈസ് ലൈഫാണ്. എൻ്റെ ഫാദറിന്റെ വരുമാനം കണക്കാക്കേണ്ട സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. ഒരു 15 വർഷം മുന്നുള്ള വരുമാനം ത്തിന് കണക്കാക്കിയിട്ടല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോഴുള്ള സാഹചര്യം, ഇപ്പോൾ നിലവിലുള്ള നമ്മളെ സാഹചര്യത്തിൽ ഒരു ഫാമിലി, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, കുട്ടികൾ എല്ലാം നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുകയാണെങ്കിൽ ഒരു 40,000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ പോലും അഡ്ജസ്റ്റ്മെന്റ് ലൈഫാണ്. പിന്നെ അതിന് താഴേക്ക് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എല്ലാത്തിനും ഒരു കോംപ്രമൈസ് ആണ്. ഒരു 40,000 മുകളിലെ ഒരു 1,00,000 വരുമാനം ഉണ്ടെങ്കിൽ അതൊരു മിഡിൽ ക്ലാസ് ആണ്. ഒരു മിഡിൽ ക്ലാസ് ലൈഫ് അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കുഴപ്പമില്ല, ഇതെല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്തു പോകാൻ പറ്റും. മിഡിൽ ക്ലാസ് ആണ്. 1,00,000 മുകളിൽ വരുമാനം ഉണ്ടെങ്കിൽ 1,00,000 മുകളിൽ വരുമാനം ഉണ്ടെങ്കിൽ അപ്പർ ക്ലാസ് ആണ്. 1,00,000 മുകളിൽ വരുമാനം അപ്പർ ക്ലാസ്. എല്ലാ കാര്യങ്ങളൊക്കെ ബെറ്റർ ലൈഫിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഒരു 2,00,000 മുകളിൽ വരുമാനം ഉണ്ടെങ്കിൽ ലക്ഷറി ലൈഫാണ്. ലക്ഷറി ആയിട്ട് ഒരു ജീവിതം, എല്ലാ മാസവും 2,00,000 മുകളിൽ വരുമാനം ഉണ്ടെങ്കിൽ അത് ലക്ഷറി ലൈഫാണ്. ക്ലിയർ? അപ്പോൾ ഇതാണ് ഒരു വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ തരംതിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാ വ്യക്തികൾക്കും ആവശ്യമുള്ള ലൈഫ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കും നിങ്ങൾക്കും ആവശ്യമുള്ള ലൈഫ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഉത്തരവാണ് എന്താണ്, നമുക്ക് ലക്ഷറി ലൈഫ് വേണം, അല്ലെങ്കിൽ ഒരു അപ്പർ ക്ലാസ് ലൈഫ് വേണം. അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് ആരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ശരിയല്ലേ? പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു പരിധിവരെ എല്ലാവരും അഡ്ജസ്റ്റ്മെന്റ് ലൈഫിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ, വരുമാനം വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ലൈഫ് മാറുന്നത്. അപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു സാധാരണക്കാരന് ഒരു അപ്പർ ക്ലാസ്സിലേക്ക്, ലക്ഷറി ലൈഫിലേക്ക് പോകാൻ പറ്റുന്ന ഒരു അവസരം കൂടെ വേണ്ടേ? ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലി 40,000 രൂപ വരുമാനം സാലറിയിലാണ് ഞാൻ ആ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നത്. ഞാൻ ആ ജോലിയിൽ 10, 15, 20, 30 വർഷക്കാലം, ജീവിതകാലം മുഴുവൻ ജോലി ചെയ്താലും എൻ്റെ വരുമാനമൊന്നും ഒരു 2,00,000 മുകളിലേക്ക് ഒരു സാധ്യതയുമില്ല. ഒരു കാരണവശാലും നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ ഈ ബിസിനസ് അവസരത്തിന് എൻ്റെ ജീവിതത്തിൽ
ഒരു അപ്പർ ക്ലാസ്സിലേക്കും ലക്ഷറി ലൈഫിലേക്കും പോകണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്തിൽ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നു. ഈ ബിസിനസ്സിലേക്ക് കടന്ന ഒരാൾ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബിസിനസ്സിൽ അത്തരത്തിൽ ലക്ഷറി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പതിനായിരക്കണക്കിനാകുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, വ്യക്തികൾ ഈ കമ്പനിയിൽ ഓൾറെഡി ഇത്തരത്തിൽ ജീവിതം എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ലക്ഷറി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, സാധാരണക്കാരായ ആളുകൾ. അപ്പോൾ MI ലൈഫ് സ്റ്റൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണക്കാരായ ആളുകളുടെ അവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ സഹായിക്കുന്ന ഒരു കമ്പനിയാണ്. അത് നമ്മൾ മറ്റു മേഖലയിൽ ജോലി ചെയ്താൽ ഒരിക്കലും നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പൊ ഇതിൽ ഓൾറെഡി അത് റിയാലിറ്റിയാണ്. കഴിഞ്ഞ കമ്പനി 12 വർഷം കൊണ്ട് അതൊരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ലാതെ, വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ലാതെ, മറ്റൊന്നും തന്നെ മാനദണ്ഡമില്ലാതെ തന്നെ പ്രവർത്തിക്കാൻ മനസ്സുള്ള ഏതൊരു വ്യക്തിക്കും അവർ തീരുമാനം എടുക്കുകയാണെങ്കിൽ വരുന്ന 3 മുതൽ 5 വർഷം കൊണ്ട് അവർ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ, ലൈഫിൽ ഒരു ബെറ്റർ ലൈഫിലേക്കൊക്കെ മാറാൻ കഴിയുന്ന ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി, വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് MI ലൈഫ്. അപ്പൊ എൻ്റെ ലൈഫിലും അങ്ങനത്തെ ഒരു മാറ്റം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തുകൊണ്ട് 2017 ഏപ്രിൽ 5-ാം തീയതി ജോലി റിസൈൻ ചെയ്തുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇപ്പൊ എൻ്റെ എന്നെ കുറിച്ച് എന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന റാങ്ക്, ഈ ബിസിനസ്സിൽ നിൽക്കുന്ന റാങ്ക് ഒരു ID CTC കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ റാങ്കിലും, ID തന്നെ സ്റ്റാർപ്പിൾ എന്ന റാങ്കിലും, മറ്റൊരു ITC റാങ്കിലാണ് ഞാൻ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നത്. ഈ ബിസിനസ്സിൽ ഏകദേശം 8 വർഷം കംപ്ലീറ്റ് ചെയ്ത് 9-ാം വർഷത്തിലേക്ക് ഞാൻ കടന്നു. ഈ ബിസിനസ്സിലെ എക്സ്പീരിയൻസ് ടോട്ടൽ, ഈ ബിസിനസ്സിലൂടെ എൻ്റെ ടോട്ടൽ ടേൺ ഓവർ 24 കോടിക്ക് മുകളിൽ ടേൺ ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ ബിസിനസ്സിൽ. ഇതിലൂടെ കിട്ടിയിട്ടുള്ള വരുമാനം ഹയസ്റ്റ്, ആഴ്ചയിൽ നമ്മൾ കിട്ടുന്ന വീക്കിലി ആണല്ലോ ഈ കമ്പനിയിൽ കിട്ടുന്ന വരുമാനം. ഹയസ്റ്റ് ഒരു വീക്കിലെ വരുമാനം 2,10,000. നമ്മളെ ഈ കമ്പനി തന്നെ കൊടുക്കുന്ന ഏറ്റവും മാക്സിമം വരുമാനം 2,10,000 ഒരാഴ്ചയിൽ വാങ്ങിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഹയസ്റ്റ് വീക്കിലി ഇൻകം 2,10,000 ആണ്. ഇന്ന് ഈ ബിസിനസ്സിലൂടെ കിട്ടിയുള്ള ടോട്ടൽ വരുമാനം, എൻ്റെ 2 ഡിസ്ട്രിബ്യൂഷനും കൂടിയിട്ട് കഴിഞ്ഞ ഈ ഒരു സമയത്തുള്ള ടോട്ടൽ കിട്ടിയ വരുമാനം ഏകദേശം 1,20,00,000 മുകളിൽ ഓൾറെഡി എൻ്റെ അക്കൗണ്ടിലേക്ക് ഈ കമ്പനിയുടെ വരുമാനം വന്നു കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഞാൻ GST പ്രയറാണ്, GST അടയ്ക്കുന്ന ഒരാളാണ്. ഏകദേശം ഒരു 20 ലക്ഷത്തിന് മുകളിൽ വരുമാനം ഉണ്ടെങ്കിലാണ്, ഒരു വർഷത്തിൽ വരുമാനം ഉണ്ടെങ്കിലാണ് GST വേണ്ടത്. ഞാൻ GST അടയ്ക്കുന്നുണ്ട്. ഓക്കെ. സോ അത്തരത്തിലേക്കുള്ള ഒരു മാറ്റം, 2 കാറുകൾ ഈ ബിസിനസ്സിലൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് ടാറ്റ ടിയാഗോ എന്ന് പറയുന്ന ഒരു കാറും, മറ്റൊന്ന് ടാറ്റ ഹാരിയർ എന്ന് പറയുന്ന കാറും ഞാൻ ഈ ബിസിനസ്സിലൂടെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കുന്നു. ടാറ്റ ഹാരിയർ എന്ന് പറയുന്നത് ഏകദേശം 23 ലക്ഷം രൂപ കാറിലാണ് സഞ്ചരിക്കുന്നത്. 3 പ്രാവശ്യം തായ്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് കമ്പനിയിലെ ഫ്രീ ആയിട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു ഓവർവ്യൂ. ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ ഒരു ലക്ഷറി ലൈഫ് ഉണ്ട്. ഈ ഒരു പിക്ചറിൽ ഐ ആം റൈറ്റ്. ഞാനൊരു സാധാരണ ഫാമിലിയിൽ നിന്നാണ് കടന്നു വന്നത്. എൻ്റെ അച്ഛൻ ഡ്രൈവറാണ്. ഞാൻ സ്വന്തമായിട്ട് വീടൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ഒരു പുവർ ഫാമിലിയിൽ നിന്നാണ് ഞാൻ കടന്നു വരുന്നത്. അങ്ങനെ വന്നുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്ന് ലക്ഷറി ലൈഫും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇന്ന് ആവറേജ് 2.5 ലക്ഷത്തിന് മുകളിൽ ആവറേജ് ഒരു മാസം ഇപ്പോൾ ഈ ബിസിനസ്സിലൂടെ വരുമാനമുണ്ട്. സോ ദിസ് ഈസ് മീ. ഈ ബിസിനസ്സിൽ വിജയിക്കാൻ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് മെസ്സേജുകളാണ് ഞാനൊന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇവിടെ സീനിയറോ ജൂനിയറോ അങ്ങനെ ഒന്നും തന്നെയില്ല. പ്രവർത്തിക്കാൻ മനസ്സുള്ള ഏതൊരു വ്യക്തിക്കും ഈ ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അത് ഓരോ വ്യക്തികളുടെയും തീരുമാനത്തിനും ആ വ്യക്തികളുടെ പ്രവർത്തനത്തിനും ആസ്പദമാക്കിയിരിക്കും ഈ ബിസിനസ്സിൽ നമ്മൾ സക്സസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത് നമ്മൾ ഇതിൽ വിജയിക്കണം എന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. നമ്മളൊരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ്. ഒരു തയ്യാറെടുപ്പ് നമുക്ക് വേണം. പ്രിപ്പറേഷൻ ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ഒരു തയ്യാറെടുപ്പ്, പ്രിപ്പറേഷൻ ഇസ് ദ കീ ടു സക്സസ്. അപ്പോൾ വിജയത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ എന്ത് ചെയ്യണം, നടത്തണം. അപ്പോൾ ഇവിടെ നമ്മൾ തയ്യാറെടുപ്പ് നടത്തേണ്ടത്, നമ്മളിപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ ആ യാത്രയ്ക്ക് നമ്മൾ എത്രമാത്രം നമ്മൾ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു കർണാടകയിലേക്കോ അല്ലെങ്കിൽ നമ്മൾ കൊടൈക്കനാലോ, നമ്മൾ ഊട്ടിക്കോ നമ്മൾ ടൂർ പോകാമെന്ന് വിചാരിക്കും. 2-3 ദിവസത്തേക്ക് ടൂർ പോകാമെന്ന് വിചാരിക്കും. അപ്പോൾ ആ ടൂർ പോകാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ അതിന് വേണ്ടി യാത്രയ്ക്ക് ഒരു മുന്നൊരുക്കം ഉണ്ടല്ലോ, പ്രിപ്പറേഷൻ ഉണ്ടല്ലോ. നമ്മളുടെ
ഡ്രസ്സാണെങ്കിലും യാത്രാ ടിക്കറ്റുകളാണെങ്കിലും നമുക്ക് ഏതെങ്കിലും ഫീവർ വരികയാണെങ്കിൽ അതിന് വേണ്ടപ്പെട്ടുള്ള മെഡിസിൻസ് ആണെങ്കിലും വട്ടവർ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. അങ്ങനെ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു ടൂറിന് നമ്മൾ പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമുക്ക് റിലാക്സ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ടൂർ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ക്ലിയർ. അല്ലെങ്കിൽ നമുക്ക് ഒരു തയ്യാറെടുപ്പും അല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും ആ, അതിലെപ്പോഴും ഡിഫിക്കൽട്ട് പോലെ നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ട് പോലെ നമുക്ക് തോന്നുന്നതാണ്. എന്ന് പറഞ്ഞാൽ സക്സസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. ഇത് സക്സസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണോ സക്സസിന് വേണ്ടി തയ്യാറെടുക്കുന്നത് അവരുടെ ജീവിതത്തിലാണ് ഇത് സക്സസ് വന്നു ചേരുള്ളൂ. ഒരു തയ്യാറെടുപ്പും നടക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തികളുടെ ജീവിതത്തിൽ സക്സസ് വന്നു ചേരില്ല. ആകസ്മികമായി ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ വിജയിച്ചു, വിജയം വന്നു ചേർന്നു, അങ്ങനെ ഒരിക്കലും ഒരാളുടെ ജീവിതത്തിൽ ആകസ്മികമായി വന്നു ചേരുന്ന ഒരു കാര്യമല്ല സക്സസ് എന്ന് പറയുന്നത്. അതൊരു തയ്യാറെടുപ്പ് നടത്തുന്നവരുടെ ജീവിതത്തിൽ മാത്രം വരുന്നതാണ്. അപ്പൊ ഇവിടെയും ഈ ബിസിനസ്സിൽ നിങ്ങൾക്കും ഒരു ബെറ്റർ ലൈഫോ ഒരു അപ്പർ ക്ലാസ്സോ ലക്ഷറി ലൈഫ് വേണമെങ്കിൽ ഈ കമ്പനിയിലൂടെ നേടാൻ കമ്പനി തയ്യാറാണ്, കമ്പനി വരുമാനം തരാൻ തയ്യാറാണ്. കമ്പനിയിൽ ഓൾറെഡി അച്ചീവേഴ്സ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം, ഒരു തയ്യാറെടുപ്പ് നടത്തണം. നിങ്ങൾ അതിനോട് തയ്യാറെടുപ്പ് നടത്തണം. സോ അങ്ങനത്തെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പൊ അതിന് ഞാൻ കാണുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ചിന്തകളിലാണ് എന്ത് ചെയ്യേണ്ടത്, മാറ്റം വരുത്തേണ്ടത്. നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്, ഒരു ചിന്ത നമ്മൾ രൂപാന്തരപ്പെടുത്തണം. ആദ്യത്തെ ഒരു കാര്യമാണ്. ക്ലിയർ. രണ്ടാമതാണ് പ്രവർത്തനം എന്ന് പറയുന്നത്. ആദ്യം നമ്മളെ മൈൻഡ് സെറ്റും രണ്ടാമതുമാണ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഒരു മനോഭാവം നമ്മൾ രൂപാന്തരപ്പെടണം. ഞാൻ അതിനെ പറയുന്നത് MI മൈൻഡ് സെറ്റ് എന്നാണ്. MI ലൈഫ് സ്റ്റൈലിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. MI മൈൻഡ് സെറ്റ് എന്ന് ഞാൻ പറയാം. MI മൈൻഡ് സെറ്റ്. അപ്പോൾ MI മൈൻഡ് സെറ്റിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജോബല്ല, ഇതൊരു ജോബല്ല, ഇതൊരു ബിസിനസ്സാണ്. ഇതൊരു ബിസിനസ്സാണ്. ഐ എം റൈറ്റ്. ഇതൊരു ജോബല്ല, ഒരു ബിസിനസ്സാണ്. ഒരു ബിസിനസ് ആവുന്ന സമയത്ത് അതിന് നമ്മളൊരു ടൈം പീരീഡ് കാണും. ഒരു ടൈം പീരീഡ്, ഒരു സമയം എടുത്തുകൊണ്ടാണ് ഈ ബിസിനസ് മുന്നോട്ട് പോകേണ്ടത്. ഒരു സമയം എടുത്തുകൊണ്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതിനെ കണക്ട് ചെയ്യുന്നത് ഇതൊരു എംപ്ലോയിയും ഒരു ബിസിനസ്സും ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ ജോലിക്കാരനല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. എംപ്ലോയിയുടെ മൈൻഡ് സെറ്റും ബിസിനസ്സുകാരന്റെ മൈൻഡ് സെറ്റും രണ്ടാണ്. എംപ്ലോയിയുടെ മൈൻഡ് സെറ്റിൽ ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ബിസിനസ് ഇതിലൂടെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം എംപ്ലോയിയുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷോർട്ട് ടൈം ആണ്. നമുക്ക് രൂപാന്തരപ്പെടുത്തിയെടുക്കേണ്ടത്. ക്ലിയർ. നമുക്ക് കിട്ടിയ അവസരത്തെ നമ്മൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. സക്സസും പരാജയവും നിർണയിക്കുന്നത് അത് നമ്മളൊരു പ്രവർത്തനത്തിന് ശേഷമാണ് അത് നിർണയിക്കുന്നത്. കൊണ്ട് തന്നെ നമ്മൾ ആ ബിസിനസ്സിനെ വിജയിക്കുമെന്നുള്ള തരത്തിലുള്ള മൈൻഡ് സെറ്റിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. നമുക്കൊരു ബിസിനസ് മൈൻഡ് സെറ്റ് ആണ് വേണ്ടത്. ഇപ്പൊ എന്താണ് എംപ്ലോയിയും ഒരു ജോലിക്കാരനും ബിസിനസ്സുകാരനും വ്യത്യാസം പറഞ്ഞാൽ, ഒരു എംപ്ലോയി എപ്പോഴും ഷോർട്ട് ടൈമാണ്. ഒരു ദീർഘകാല അളവിലല്ല അവർ ചിന്തിക്കുന്നത്. അവർക്ക് ഇന്നത്തെ കാര്യം അല്ലെങ്കിൽ ഈ ആഴ്ചയിലത്തെ കാര്യം, ഈ മാസത്തെ കാര്യം, ഇത് എന്നുള്ള ചിന്തകൾ മാത്രമാണ് ഒരു എംപ്ലോയിയുടെ മൈൻഡ് സെറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് ടൈം അല്ല, ലോങ് ടൈം ആണ്. ഒരു ദീർഘകാലത്തിലുള്ള ഒരു ചിന്താഗതിയാണ്. 5 വർഷം കഴിഞ്ഞാൽ, 10 വർഷം കഴിഞ്ഞാൽ, 20 വർഷം കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നേട്ടങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ക്ലിയർ. അപ്പൊ ഇവിടെയും നമ്മളെ ചിന്ത നമ്മളെപ്പോഴും ഒരു ഷോർട്ട് ടൈമിൽ വേണ്ടി ഒരിക്കലും MI ലൈഫ് സ്റ്റൈലിലൂടെ വലിയ ലൈഫ് സ്റ്റൈൽ മാറണം ചിന്തിച്ച് പ്രവർത്തിക്കരുത്. ഇത് ലോങ് ടൈമിലാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം ബിസിനസ്സുകാരിലെ മാർവാഡീസ് എന്ന് പറയുന്ന ബിസിനസ് ഫാമിലി എന്ന് പറയുന്നത്. മാർവാടി ഫാമിലിയിൽ ഒരു എംപ്ലോയി പോലും ഇല്ല എന്ന് പറയുന്നത്. അവരെല്ലാവരും ബിസിനസ്സുകാരാണ്. ഈ മാർവാടി ഈ ബിസിനസ്സുകാരുടെ സക്സസ് സീക്രട്ട് എന്താന്ന് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത്, ഞങ്ങളൊരു കാര്യം തുടങ്ങി കഴിഞ്ഞാൽ, ഒരു ഷോപ്പ് തുടങ്ങി കഴിഞ്ഞാൽ മിനിമം 1000 ദിവസം എന്ത് ചെയ്യും, ഞങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. 1000 days. ഒരു ഷോപ്പാണെങ്കിൽ കറക്റ്റ് സമയത്ത് തുറക്കുന്നു, കറക്റ്റ് സമയത്ത് അടക്കുന്നു. 1000 days. ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും അത് രണ്ടാമതാണ്. ആദ്യം ഈ 1000 ദിവസം റെഗുലർ ആയിട്ട് ആ സ്ഥാപനം കൃത്യസമയത്ത് തുറക്കുക, അടയ്ക്കുക എന്നുള്ളതാണ്. 1000 days ആണ് അവരുടെ സക്സസിന്റെ സീക്രട്ട് എന്ന് പറയുന്നത്. ക്ലിയർ. അപ്പോൾ മിനിമം ഒരു 1000 days ആണ് ഒരു ബിസിനസ് നമ്മൾ കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത്. 1000 days. അപ്പൊ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം, ഒരു 1000 days എന്ന തരത്തിൽ എന്ത് ചെയ്യണം, ഈ ബിസിനസ്സിൽ നമുക്കൊരു അനുഭവം വരണ്ടേ. നമുക്ക് ഈ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടുന്നതല്ല എക്സ്പീരിയൻസ് പറഞ്ഞാൽ, അല്ലെ.
എക്സ്പീരിയൻസ് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ കിട്ടില്ല. എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമ്മൾ അതിൽ സമയം ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലാണ് ആ ബിസിനസ്സിന് ആവശ്യം. അങ്ങനെ 1000 ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ക്ലിയർ. അപ്പോൾ ഒരു 1000 ദിവസം എന്ന തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ കാണാൻ തയ്യാറാവണം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാവണം. ഒരു ജോലി പോലെ കണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഡെയിലി ബേസിസിൽ പ്രവർത്തിക്കാൻ തയ്യാറാവണം. അതാണ് ബിസിനസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ചിന്താഗതി നമുക്ക് വരണം. അങ്ങനെ നമ്മൾ വരുമ്പോൾ ഇവിടെ നമുക്ക് എന്തില്ല, ഇൻവെസ്റ്റ്മെന്റുകളില്ല. ഐ ആം റൈറ്റ്, ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അപ്പോൾ ഞാൻ അതിനെ മറ്റൊരു മൈൻഡ് സെറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത്, ബിസിനസ് മൈൻഡ് സെറ്റിൽ ഇതൊരു യൂണിവേഴ്സിറ്റി പോലെ നമ്മൾ കാണാൻ തയ്യാറാവും. ഇത് ഞാൻ ചിന്തകളിലേക്കാണ് നിങ്ങളെ കൊണ്ടുവരുന്നത് ക്ലിയർ. ഒരു യൂണിവേഴ്സിറ്റി പോലെ നമ്മൾ കാണാൻ തയ്യാറാവും. ഇപ്പോൾ നമ്മളൊരു ഡോക്ടർ ആവണമെങ്കിൽ ഒരു 5 വർഷത്തെ MBBS കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഐ ആം റൈറ്റ്. 5 വർഷം നമ്മൾ അതിന് MBBS കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ തന്നെയാണ് അവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുകയും അവിടെ പ്രാക്ടിക്കൽ ചെയ്താൽ തന്നെയാണ് അവിടെ എന്താ ഡോക്ടർ ആവാൻ കഴിയുന്നത്. 5 ഇയേഴ്സ്. ഐ എം റൈറ്റ്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. നമ്മളൊരു 5 വർഷത്തിന് മുന്നേ ഒരു കുട്ടിക്ക് ഹ്യൂമൻ ബോഡിയെ കുറിച്ച് ഒന്നും അറിയില്ല. ഐ എം റൈറ്റ്. 5 വർഷത്തിന് ശേഷം ഈ ഒരു കോഴ്സ് കഴിഞ്ഞ ശേഷം ആ കുട്ടി എന്താവുന്നു, ഡോക്ടർ ആവുന്നുണ്ട് അല്ലെ. അപ്പോൾ അവിടെ ശരിയായി പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഡോക്ടർ ആവാൻ കഴിയുന്നുണ്ട് അല്ലെ. പഠിക്കുന്ന എല്ലാ തരത്തിലും പ്രാക്ടിക്കലും എല്ലാം ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഡോക്ടർ ആവാൻ കഴിയുന്നുണ്ട്. അപ്പൊ കുട്ടികളല്ല അവിടെ ഇമ്പോർട്ടന്റ് അല്ലെ, അവിടെ ആ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇമ്പോർട്ടന്റ് അല്ലെ. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇപ്പൊ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ, വാഹനത്തിൽ കയറി മാത്രം പരിചയമുള്ള ഒരു കുട്ടി 5 വർഷത്തെ മെക്കാനിക്കൽ എഞ്ചിനീയർ കോഴ്സ് കഴിയുമ്പോൾ ആ വാഹനത്തെ കുറിച്ച് എല്ലാം അറിയുന്ന ഒരു എഞ്ചിനീയർ ആയിട്ട് മാറുന്നുണ്ട്. അവിടെ ആ കുട്ടിയല്ല ഇമ്പോർട്ടന്റ്, ആ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സാണ് ഇമ്പോർട്ടന്റ്. അപ്പോൾ പഠിക്കുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാം, ശരിയായി പഠിക്കുന്ന എല്ലാവർക്കും എഞ്ചിനീയർ ആവാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ട്. അപ്പൊ ഇവിടെ ഞാനും നിങ്ങളും ആരും ആയിക്കോട്ടെ, അതിന് പ്രസക്തിയില്ല. ഇവിടെ ഈ ഒരു കോഴ്സ്, ഈ ഒരു 5 വർഷക്കാലം ഒരു കോഴ്സ് പോലെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു ബിസിനസ് എന്റർപ്രണർ ആയിട്ടായിരിക്കും, ഒരു ബിസിനസ് മാൻ ആയിട്ടായിരിക്കും. മാസത്തിൽ ലക്ഷങ്ങൾ വരുമാനമാകുന്ന ഒരു വ്യക്തിയായിട്ട് ഈ ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പുറത്തിറക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് എന്ത് ചെയ്യണം, ഇതിനെ പ്രവർത്തിക്കാൻ തയ്യാറാവണമെന്നുള്ള. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്കിപ്പോൾ ബിഗിനിങ് ഉള്ള ആളുകൾ ഇൻകത്തിനേക്കാൾ ഉപരി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് റാങ്കുകളെയാണ് എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മളൊരു യൂണിവേഴ്സിറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഒരു 12 ക്ലാസ്സുകൾ മിനിമം ഒരു ITC വരെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്ലാസ് റൂം ആയിട്ട് ഇതിനെ കണക്കാക്കുന്നു. ഒരു ചിന്തയാണ് ഞാൻ കൊണ്ടുവരുന്നത്. 12 ക്ലാസ് റൂം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതിനെ ഒരു 5 വർഷത്തെ കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു പഠനത്തെ ക്ലാസ് റൂം ആയിട്ട് കണക്കാക്കുക. ഒരു 12 ക്ലാസ് റൂംസ് നമ്മൾ വിദ്യാഭ്യാസ കാലഘട്ടം പോലെ ഇതും ഒരു എഡ്യൂക്കേഷൻ ആയിട്ട് കണക്കാക്കുക. നമ്മളെ ടീമിന് പറയുന്ന സ്റ്റാർ, റൂബി കോർഡിനേറ്റർ മുതൽ നമ്മൾ ITC വരെയുള്ള ഒരു കരിയർ, ഒരു റാങ്ക് നമ്മൾ അല്ലെങ്കിൽ ക്ലാസ് റൂംസ് ആയിട്ട് നമ്മൾ കണക്കാക്കുക. അപ്പൊ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത്, ഞാൻ നിൽക്കുന്ന റാങ്കിൽ നിന്ന് അടുത്ത റാങ്കിലേക്ക് പോകണം. ഇത് മാത്രമായിരിക്കണം നമ്മളുടെ പ്രസന്റ് ചിന്ത. പ്രസന്റിലെ ഇവിടെ ഇരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ചിന്തയിൽ വരേണ്ടത്, എൻ്റെ അടുത്ത റാങ്ക് എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് പോകണം. ഈ ഒരു അർജൻസി നമുക്ക് വേണം. ഒരു ക്ലാസ്സിൽ കുറെ കാലം ഇരിക്കാൻ പാടില്ല. അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് അടുത്ത ക്ലാസ്സിലേക്ക് പോകണം, പിന്നെ അടുത്ത ക്ലാസ്സിലേക്ക് പോകണം. ക്ലിയർ. അപ്പൊ നമ്മൾ റാങ്കിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇൻകം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അതിന്റെ ബൈ പ്രൊഡക്റ്റായി ഇൻകം ഓട്ടോമാറ്റിക്കലി വന്നു ചേരും. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 11ാമത്തെ ക്ലാസ്സിലാണ് ഞാൻ പറയാം, CTC റാങ്കിലാണ്. സ്വാഭാവികമായിട്ടും ഞാൻ എന്ന വ്യക്തിക്കല്ല ഇമ്പോർട്ടന്റ്, എൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈ CTC എന്ന് പറഞ്ഞ റാങ്കിനാണ് ഇമ്പോർട്ടന്റ്. ഇപ്പൊ നിങ്ങൾ രാജു വേളത്തിനല്ല കേൾക്കുന്നത്. ആക്ച്വലി രാജു വേളത്തിന്റെ CTC റാങ്കിലുള്ള ഒരു വ്യക്തിയുടെ വാക്കുകളാണ് നിങ്ങൾ കേൾക്കേണ്ട കാര്യം എന്താ, അദ്ദേഹം CTC റാങ്കിലാണ്, എൻ്റെ ഏകദേശം ഞാൻ പറഞ്ഞ അച്ചീവ്മെന്റ് ഉള്ള ഒരാളാണ്. ക്ലിയർ. അപ്പൊ ഏതൊരാൾക്കും ആ റാങ്കിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മളെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് റാങ്കിനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ്. ഇൻകം ഓട്ടോമാറ്റിക്കൽ എന്ത് ചെയ്യും, അതിന്റെ ബൈ പ്രൊഡക്റ്റായി വരുന്നതാണ് അല്ലെ. ഇപ്പൊ നമ്മൾ പറയാല്ല, ആന പോകുമ്പോൾ വാല് നോക്കേണ്ട കാര്യമില്ല അല്ലെ, അത് ഓൾറെഡി അതിന്റെ ബാക്കിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു റാങ്കിനെ ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യുക, അത് തീവ്രമായിരിക്കണം. അവിടെയാണ് സക്സസ് ഇരിക്കുന്നത്. ഓൺ ബിസിനസ്. ഇത് മറ്റാരുടെയും ബിസിനസ് അല്ല, എൻ്റെ ലീഡറുടെ ബിസിനസ് അല്ല, എൻ്റെ ഫാമിലിയുടെ ബിസിനസ് അല്ല, ഇതെന്റെ മാത്രം ബിസിനസ് ആണ്. ഇറ്റ്സ് മൈ ബിസിനസ്.
ക്ലിയർ. എൻ്റെ ബിസിനസ്സിൽ വിജയിക്കേണ്ടത് ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി, എൻ്റെ ഉത്തരവാദിത്വമാണ്. എനിക്ക് ഉത്തരവാദിത്വം. ഇന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇന്നൊരു സാധാരണക്കാരന് അവന്റെ ജീവിതത്തിൽ ഒരു ബെറ്റർ ലൈഫിലേക്ക് മാറാൻ ഇന്ന് ദൈവം തന്നിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് MI Lifestyle മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതിനേക്കാളും മികച്ച ഓപ്പർച്യൂണിറ്റി ഇനി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരാനില്ല. ഇതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ പല ആളുകളും ഇനിയും ഏതൊരു ഓപ്പർച്യൂണിറ്റി വരാനുണ്ട് എന്ന ചിന്തയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം എന്ന് പറയുന്നത് എന്താണ്? വളരെ കുറച്ചു കാലം മാത്രമേ നമ്മൾ എന്തുള്ളൂ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളാണ് അല്ലെ. ഇനിയും നമ്മൾ ഒരു അടുത്ത അവസരങ്ങളിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയങ്ങളില്ല. ഇപ്പൊ കിട്ടിയ അവസരത്തെ എന്ത് ചെയ്യണം, വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ കിട്ടിയ അവസരത്തെ നമ്മൾ ഇന്ന് പരമാവധി നല്ല രീതിയിൽ ഉപയോഗിക്കുക. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, റാങ്കുകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ ഫോക്കസ് ആണ് എത്രയും പെട്ടെന്ന് ITC ആവണം എന്നുള്ള ടാർഗറ്റിലാണ് ഞാൻ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഡേ 1 മുതൽ റാങ്കുകൾക്ക് ഒരു മിനിമം റാങ്കുകൾക്ക് ടാർഗറ്റ് ചെയ്ത് അത് എത്രയും വേഗത അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു ചിന്തയിലാണ് ഞാൻ ഇതുവരെ പ്രവർത്തിച്ചില്ല. ഞാൻ ഇൻകത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ല. ഇൻകം ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഇതിലേക്ക് വന്നു ചേർന്നതാണ്. ഫൈൻ. അങ്ങനെ നിങ്ങളെല്ലാം റാങ്കിനെ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ പറയാനുള്ളത്. ഇപ്പൊ ഇവിടെ നമ്മളെ ചെയ്യുന്ന ഡ്യൂട്ടി എന്താണ്, നമ്മുടെ ഡ്യൂട്ടി ക്ലിയർ. ഇത് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ബിസിനസ് മനസ്സിലാക്കണം. നമ്മളൊരു വൈറ്റ് കോളർ ബിസിനസ്സിൽ ജോബ് അല്ല നമ്മൾ അല്ലെ. നമ്മളിന്റെ റിയാലിറ്റി നമ്മൾ എന്താ മനസ്സിലാക്കണം. നമ്മളിവിടെ എന്താണ് ചെയ്യാൻ ഇത്രയും നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ വലിയൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മളുടെ ഡ്യൂട്ടി എന്താണ്, നമ്മളിവിടെ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മളുടെ ജോലിയുടെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്വഭാവമാണ്. തീർച്ചയായിട്ടും നമ്മളിവിടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് അല്ലെ. നമ്മൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ആളുകളാണ്. നമ്മൾ ആയുർവേദ ഉൽപ്പന്നങ്ങൾ, പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ, അഗ്രോ കെയർ ഉൽപ്പന്നങ്ങൾ, ഹോം കെയർ ഉൽപ്പന്നങ്ങൾ, അങ്ങനെ കമ്പനിയുടെ ഏകദേശം 115-നടുത്ത് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന ആളുകളാണ് ഞാൻ അല്ലെ, ആളുകളാണ് നമ്മൾ. അപ്പൊ നമ്മളുടെ ജോലിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്ന ജോലിയെ നമ്മൾ എന്ത് ചെയ്യണം, ഇഷ്ടപ്പെടണം. ലവ് യുവർ ഡ്യൂട്ടി. നമ്മൾ ചെയ്യുന്ന ജോലിയെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. ഇഷ്ടപ്പെടാതെ ഈ ജോലി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ട്, നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു മേഖലയെ നമുക്ക് തോന്നും. അങ്ങനെ ഒരിക്കലും നമുക്ക് ഡേ 1 മുതൽ തോന്നാൻ പാടില്ല. നമ്മൾ ഇതിനെ മുൻകൂട്ടിയിട്ട് തന്നെ മൈൻഡ് സെറ്റാണ് ഈ ഒരു മേഖലയെ നമ്മൾ ഇഷ്ടപ്പെടുക എന്നുള്ളത്. നമ്മൾ ഇഷ്ടപ്പെടുക, നമ്മൾ ഒരു വ്യക്തിയോട് പ്രൊഡക്റ്റ് പ്രസന്റേഷൻ ചെയ്യുമ്പോൾ അത് വളരെ ഇഷ്ടത്തോടു കൂടി പ്രസന്റേഷൻ ചെയ്യുക അല്ലെ. നമ്മുടെ ജോലി അതാണ്. നമ്മളോട് ബിസിനസ് പ്ലാൻ പറയുമ്പോൾ വളരെ ഇഷ്ടത്തോടു കൂടി നമ്മൾ ചെയ്യുക. നമ്മൾ ഈ ഒരു മേഖല വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്യുക. ആളുകൾ അതിന്റെ റിജക്ഷൻ പറയും. അതാ ഈ ബിസിനസിന്റെ സ്വാഭാവികമാണ്. റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി സ്വാഭാവികമായ ഒരു കാര്യമാണ്. റിജക്ഷൻ എന്ന് പറയുന്നത് ആളുകൾ നോ പറയും. അവർക്ക് നോ പറയാനുള്ള അവകാശമുണ്ടല്ലോ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ നോ അല്ല പറയുന്നത്, നിങ്ങൾ വ്യക്തിയെ അല്ല അവർ വേണ്ടെന്ന് പറയുന്നത്, നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന് വേണ്ടെന്നാണ് പറയുന്നത്, നിങ്ങൾ കൊടുക്കുന്ന ബിസിനസ്സിനെ വേണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ നോ വേണ്ടെന്നല്ല അവർ പറയുന്നത്. അപ്പൊ നമ്മളൊരു പേഴ്സണലി അതൊരു എന്ത് ചെയ്യേണ്ട, ഒരു വേദനയായിട്ടോ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാവരും റിജക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന് വേണ്ടെന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വലി പ്രശ്നം, നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് വേണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ വ്യക്തിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അവർ അവതരിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നോ പറയുന്നത്. ഈ ബിസിനസ് അവസരം വേണ്ടെന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഈ ബിസിനസ് അവസരം കൊണ്ട് ഉപയോഗമില്ല എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ നോ പറയുന്നത്. ക്ലിയർ. അപ്പോൾ അവരെ ശരിയായ രീതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിയാത്തതാണ് നമ്മളുടെ പ്രശ്നം. അത് മറ്റൊരു തരത്തിൽ ചിന്തിക്കാൻ. അപ്പോൾ നമ്മളെ വേണ്ട എന്നല്ല പറയുന്നത്, നമ്മളെ പ്രൊഡക്റ്റുകൾ, നമ്മൾ ബിസിനസ് വേണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ പേഴ്സണൽ റിജക്ഷൻ അല്ല എന്ന് പറയുന്നത്. അപ്പോൾ റിജക്ഷൻ എന്ന് പറയുന്നത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ റിജക്ഷൻ അതിന്റെ ഭാഗമാണ്, കോമൺ ആണ്. ഇപ്പോൾ സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ വേദന ഉണ്ടാവും എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ് അല്ലെ. അതിന്റെ സ്വാഭാവികമായി സംഭവിക്കുന്നത് ഉണ്ടാവും, സ്വാഭാവികം. ഈ ബിസിനസ്സിലും അങ്ങനെ ഉണ്ടാവും. അതിന് മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. സോ നമ്മളെ പ്രൊഫഷൻ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. എത്ര നോ കേട്ടാലും നമ്മളെ ഈ ഒരു മേഖലയെ നീ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുക. നമ്മളുടെ വേഗതയെ, നമ്മളുടെ ഈ ഒരു 3 to 5 years നമ്മളെ ഈ ഒരു യൂണിവേഴ്സിറ്റി കോഴ്സിനെ, നമ്മളുടെ പ്രവർത്തനത്തെ ഒരു തരത്തിലും ഒരു ശക്തിക്കും എഫക്റ്റ് ആവാത്ത തരത്തിൽ എന്ത് ചെയ്യണം നമുക്ക്. സോ ഇവിടെ നമ്മൾ റീറ്റെയിലിംഗ് ആണ് നമ്മൾ ആദ്യത്തെ നമ്മുടെ പ്രോഫിറ്റ് പറയുന്നത്. നമ്മൾ ഉൽപ്പന്നങ്ങൾ ശരിയായ രീതിയിൽ പഠിക്കുന്നു, നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു അല്ലെ. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു, ഏകദേശം 10-40% ലാഭം നമുക്ക് വരുന്നു. ഇതിലൂടെ ഒരു ബെറ്റർ ലൈഫ്, നമുക്കൊരു ലക്ഷറി ലൈഫിലേക്ക് പോകാൻ സാധ്യത കുറവാണ് ഈ ഒരു മേഖല കൊണ്ട്, റീറ്റെയിൽ കൊണ്ട് അല്ലെ. അതുകൊണ്ട് നമുക്കൊരു ലിമിറ്റഡ് ആയിട്ട് ഇൻകമാണ് നമുക്ക് കിട്ടുക. ശരിയായ രീതിയിൽ നമുക്കൊരു ബെറ്റർ ലൈഫിലേക്ക് നമ്മൾ പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ടീമിനെ ബിൽഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു ഗ്രൂപ്പിനെ ഫോം ചെയ്തുകൊണ്ട് ആ ഗ്രൂപ്പിൽ നടക്കുന്ന ബിസിനസ്സിനെ
ആസ്പദമാക്കിയിട്ടാണ് നമുക്ക് ടേൺ ഓവർ വർദ്ധിക്കുന്നത്. ഇങ്ങനെ ടേൺ ഓവർ വർദ്ധിക്കുമ്പോഴാണ് നമ്മളുടെ വരുമാനം കൂടുന്നത്. ഞാൻ തുടങ്ങിയ ഒരു പോയിന്റിൽ നിന്ന് സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് 1 ലക്ഷം രൂപയ്ക്കോ 2 ലക്ഷത്തിന് മുകളിലൊക്കെ വരുമാനം ഈ ബിസിനസ്സിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രൂപ്പിന് എന്ത് ചെയ്യണം? ബിൽഡ് ചെയ്യണം. ഒരു ഗ്രൂപ്പിന് നമ്മൾ ബിൽഡ് ചെയ്യണം. ക്ലിയർ? ഒരു ഗ്രൂപ്പിനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് മിനിമം എൻ്റെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഒരു 10-10 എന്ന് പറയുന്ന റേഷ്യോയിൽ, ഒരു 10-10 റേഷ്യോയിലെങ്കിലും മിനിമം നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഓരോ വ്യക്തികളും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയണം. ബ്രാഞ്ച് 1 ഒരു 10ഉം ബ്രാഞ്ച് 2 ഒരു 10ഉം. ഇത് ഓരോ വ്യക്തികളും ബ്രെയിനിൽ സെറ്റ് ആവും. ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് അവർ റിക്രൂട്ട് ചെയ്യുക, അവരെ ആക്റ്റീവ് ആക്കുക, അവരെ സീരിയസ് ആക്കുക. ഈ മൂന്ന് മൂന്ന് പ്രോസസ്സാണ് നമുക്ക് മിനിമം. ഒരു ഡിസ്ട്രിബ്യൂട്ടർ നമ്മൾ ഐ ഡി അടിക്കുന്നു, ആ ഐ ഡി അടിച്ച ഡിസ്ട്രിബ്യൂട്ടർ നമ്മൾ മോർണിംഗ് ക്ലബിലും എല്ലാത്തിലും കൊണ്ട് ആക്റ്റീവ് ആക്കുന്നു, അവർക്ക് വരുമാനം ആഴ്ചയിൽ ഉറപ്പാക്കുന്നു. സ്വാഭാവികമായും അവരെ വരുമാനം വരുമ്പോൾ അവർ സീരിയസ് ആവും. അങ്ങനെ നിങ്ങൾ ഓരോ വ്യക്തികളുടെയും ഒരു ഗ്രൂപ്പിൽ ബ്രാഞ്ച് 1 മിനിമം ഒരു 10 ആക്റ്റീവ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സും ബ്രാഞ്ച് 2 10 ആക്റ്റീവ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ്സിനെ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ യു ആർ എലിജിബിൾ ഫോർ ഗെറ്റിംഗ് 1 lakh ഇൻകം. നിങ്ങൾക്ക് 1 ലക്ഷം രൂപത്തിന് മുകളിൽ വരുമാനം കിട്ടാനുള്ള ഒരു യോഗ്യതയാണ് ഞാൻ പറയുന്നത് ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു യോഗ്യതയാണ്. ഒരു SSLC പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യോഗ്യത കിട്ടി. എന്താണ്? നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിലേക്ക് പോകാനുള്ള ഒരു യോഗ്യത കിട്ടി, അല്ലെങ്കിൽ ജോലിക്ക് അപേക്ഷിക്കാനുള്ള ഒരു യോഗ്യത കിട്ടി. അതാണ് 10ാം ക്ലാസ് നമ്മൾ പാസ്സാകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതൊരു യോഗ്യതയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ യു ആർ എലിജിബിൾ ആണ്. നിങ്ങളൊരു യോഗ്യതയ്ക്ക് അർഹരാണ്. ഒരു ബെറ്റർ ലൈഫിന് ഈ ഒരു പിക്ചർ, ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ സഹായിക്കും. അപ്പൊ ഇതിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ഒരു ഗ്രൂപ്പ് ഓരോ വ്യക്തികളും ക്രിയേറ്റ് ചെയ്യണം. ഇത് എല്ലാവർക്കും സാധ്യമാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? മൈൻഡ് സെറ്റ് ചെയ്ത് ഡെഡിക്കേറ്റ് ചെയ്ത് അതിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഈ ഒരു മാനേജ്മെന്റ് ബിസിനസ്സിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, അല്ലെ? ഇത് ആളുകളെ നിയന്ത്രിക്കുന്ന, ആളുകൾ ഡെവലപ്മെന്റ് ബിസിനസ് ആണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആക്ഷൻ ഓറിയന്റഡ്, പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റേഷ്യോനെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് വിശ്വസിക്കണം. പാരറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന റേഷ്യോ. ഇതൊരു ടീമിനെ ബിൽഡ് ചെയ്യുമ്പോൾ ആളുകൾ ഡെവലപ്പ് ചെയ്യുന്ന ബിസിനസ് ആയതുകൊണ്ട് ഈ ഒരു പ്രിൻസിപ്പിൾ ബിസിനസ്സുകാർക്ക് വളരെ ആവശ്യമാണ്. ഈ പ്രിൻസിപ്പിൾ ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചു എന്ന് പറഞ്ഞാൽ 80-20 റേഷ്യോ ആണ് ഇതിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. 80-20 റേഷ്യോ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഒരു 10 പേരോട് ബിസിനസ് പറഞ്ഞാൽ എല്ലാവരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യില്ല. അതെ, റിയാലിറ്റിയാണത്. അത് നിങ്ങളുടെ കുറവ് കൊണ്ടല്ല, പ്രശ്നം കൊണ്ടല്ല, അത് അതിന്റെ ഒരു റിയാലിറ്റി. എല്ലാ ബിസിനസ്സും അങ്ങനെ തന്നെയാണ്. ഈ ബിസിനസ് മാത്രമല്ല, എല്ലാ ബിസിനസ്സുകളുടെയും സക്സസ് എന്ന് പറഞ്ഞാൽ അത് മാത്തമാറ്റിക്സ് ആണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്കാണ്. വ്യക്തികളല്ല ബിസിനസ് പറഞ്ഞാൽ. നിങ്ങളൊരു ഹോട്ടൽ തുടങ്ങാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. സ്വന്തമായിട്ട് എക്സാമ്പിൾ ആണ് പറയുന്നത്. നിങ്ങൾ ഒരു 10 ലക്ഷം 20 ലക്ഷം മുതൽ മുടക്കി ഒരു റെസ്റ്റോറന്റ് തുടങ്ങാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ആ തീരുമാനിക്കേണ്ട അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ബന്ധുക്കളും നിങ്ങളെ സുഹൃത്തുക്കളും നിങ്ങളെ അയൽവാസികളും മാത്രം ആ ഹോട്ടൽ ഭക്ഷണം കഴിച്ചാൽ ലാഭം ഉണ്ടാകുന്ന ഒരു റെസ്റ്റോറന്റ് അല്ലല്ലോ. അങ്ങനെ റെസ്റ്റോറന്റ് ലാഭം ഉണ്ടാവില്ലല്ലോ. ക്ലിയർ? അപ്പൊ അതല്ല നമ്മളെ ചിന്ത അതല്ല. റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് ചിന്ത എന്താണ്? നമ്മൾ റോഡ് സൈഡ് അല്ലെങ്കിൽ ഒരു ഹൈവേയുടെ തീരത്താണ്, ഹൈവേയുടെ സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നത്. അവിടെ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് ബോർഡ് കാണുമ്പോൾ ആളുകൾ വരും, അല്ലെ? അങ്ങനെ ഒരു കണക്കൂട്ടലാണ്, അല്ലെ? കണക്കൂട്ടലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അല്ലാണ്ട് നമുക്ക് ആളുകളെ ഫോക്കസ് ചെയ്തിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അത് ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിൽ പോലും, നമ്മളെ ബിസിനസ് ആണെങ്കിൽ പോലും അതെന്താണ്? ആളുകളെ ഫോക്കസ് ചെയ്തിട്ടല്ല, കണക്കുകളാണ് നമ്മളുടെ ബിസിനസിന്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഇവിടെ നമ്മളുടെ കണക്ക് എന്ന് പറഞ്ഞാൽ 80-20 എന്ന് പറയുന്ന ഒരു കണക്കാണ്. എന്ന് പറഞ്ഞാൽ ഒരു 10 പേരോട് നമ്മൾ ബിസിനസ് പ്ലാൻ പറഞ്ഞാൽ 2 പേരെങ്കിലും എന്ത് ചെയ്യും? ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ 8 പേര് എന്ത് ചെയ്യും? നോ പറഞ്ഞേക്കാം. അതിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഈ ചിന്തയുള്ള ആളുകൾക്ക് ഒരാൾ നോ പറഞ്ഞാലും, 2 ആൾ നോ പറഞ്ഞാലും, 3 ആൾ നോ പറഞ്ഞാലും, 4 ആൾ നോ പറഞ്ഞാലും, 5 വ്യക്തി നോ പറഞ്ഞാലും അവർക്ക് ഒരു തരത്തിലും അവരുടെ ബിസിനസ്സിനെ ബാധിക്കുന്നില്ല, അവരുടെ വേഗതയെ ബാധിക്കുന്നില്ല. കാരണം അവർ ഈ ഒരു പ്രിൻസിപ്പിളാണ് വിശ്വസിക്കുന്നത്. ഞാൻ 10 പേര് ശരിയായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2 പേര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവരുടെ മൈൻഡ് സെറ്റാണ്. അത് നടന്നിരിക്കുന്നുള്ളതാണ്. ക്ലിയർ? അതൊരു പ്രാക്ടിക്കലായ കണക്കാണ്. എൻ്റെ ഒരു ജീവിതത്തിലെ എക്സ്പീരിയൻസിലും ഈ ഒരു പ്രിൻസിപ്പിള് വളരെ എഫക്റ്റീവാണ്. കാരണം ഞാൻ ഈ ബിസിനസ് ജോലി റിസൈൻ ചെയ്യാൻ, ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ എന്നെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ച ഒരു സിദ്ധാന്തം ഈ ഒരു പ്രിൻസിപ്പിളാണ്. ഞാൻ 10 പേരോട് ബിസിനസ് പറഞ്ഞാൽ 2 പേര് 100% സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ഒരു പ്രിൻസിപ്പിളാണ്. 10 പേര് ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ആക്റ്റീവ് ആവണമെന്നില്ല. അതും ഇതിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. പല ചിന്താഗതി ആളുകളാണ് നമ്മളെ ഗ്രൂപ്പിലേക്ക് വരുന്നത്.
ഞാൻ കാണുന്ന ലോകമല്ല നിങ്ങൾ കാണുന്ന ലോകം, അല്ലെ? നിങ്ങളെ കാഴ്ചപ്പാടിൽ ലോകം ഡിഫറെന്റ് ആണ്. നിങ്ങൾക്ക് ആ ലോകത്ത് വർണ്ണിക്കാനായിട്ട് നിങ്ങളെ കാഴ്ചപ്പാടിലാണ് ലോകത്ത് നിങ്ങൾ കാണുന്നത്, അല്ലെ? എൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്ന കാഴ്ചപ്പാടാണ്. അപ്പൊ പല ആളുകളെയും കാഴ്ചപ്പാട് വ്യത്യാസമാണ്. എല്ലാവർക്കും ഒരു പേഷ്യൻസി ക്ഷമശീലം ഉണ്ടാവണമെന്നില്ല. എല്ലാവർക്കും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ശീലം ഉണ്ടാവണമെന്നില്ല. എല്ലാവർക്കും സ്വപ്നങ്ങൾ ഉണ്ടാവണമെന്നില്ല. ക്ലിയർ? പല ആൾക്കും കംഫർട്ട് സോണിൽ ഇരിക്കാനാണ് താല്പര്യം. ഒരു ഹാർഡ് വർക്ക് ചെയ്യാനോ കംഫർട്ട് സോണിൽ ബ്രേക്ക് ചെയ്യാനോ താല്പര്യക്കുറവുണ്ടായിരിക്കും. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ പ്രവർത്തിക്കാൻ പല ഘടകങ്ങളും ഉണ്ടല്ലോ. അപ്പൊ അതൊന്നും നമ്മളുടെയോ കമ്പനിയുടെ പ്രശ്നമല്ല, ആ വ്യക്തിയുടെ പ്രശ്നമാണ്. ക്ലിയർ? അപ്പോൾ ഒരു വ്യക്തി ആക്റ്റീവ് അല്ല എന്ന് വിചാരിച്ചിട്ട് അത് നമ്മളെ ബിസിനസിനെ ബാധിക്കാൻ പാടില്ല. ക്ലിയർ? എന്റെ സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഈ ബിസിനസ്സിലൂടെ ഒരു 5 വർഷം കംപ്ലീറ്റ് ചെയ്യണം. എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും ഞാൻ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയും. ക്ലിയർ? അപ്പോൾ നമ്മുടെ ടീമിൽ ഒരു 10 ഡിസ്ട്രിബ്യൂട്ടർ വന്നാലും ചിലപ്പോൾ 2 പേരാണ് ആക്റ്റീവ് ആവുക. ഈ 2 പേര് മതിയല്ലോ. ബ്രാഞ്ച് കൊണ്ട് ഒരാളും ബ്രാഞ്ചിട്ട് ഒരു ആക്റ്റീവ് ആയാൽ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ ആ തരത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്തുകൊണ്ട് ഈ ബിസിനസ്സിലൂടെ ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞൊരു മെന്റലി ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ സ്ട്രെങ്തൻ ആവേണ്ടത്. ഞാൻ ഞാൻ സംസാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബിസിനസ്സിലൂടെ ഒരു ബെറ്റർ ലൈഫിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകളോട് ഞാൻ സംസാരിക്കുന്നത്. ക്ലിയർ? ഒരു ബെറ്റർ ലൈഫ് വരിക എന്നുള്ളത്, ഒരു മാസത്തിൽ ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന, 1 ലക്ഷത്തിന് മുകളിലും ഒക്കെ വരുമാനം വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ്. അപ്പൊ അവിടെ നമ്മൾക്ക് വേണ്ടത് ഒരു നമുക്ക് വേണ്ട സ്ട്രെങ്ത് പറഞ്ഞാൽ മെന്റൽ സ്ട്രെങ്ത് ആണ്. നമ്മൾ ഫിസിക്കലി നമ്മൾ സ്ട്രെങ്ത് ആവുന്നുണ്ട്. അത് ആർക്കൊക്കെയാണ് ഫിസിക്കൽ, എല്ലാവരും ഫിസിക്കൽ സ്ട്രെങ്ത് ആവണം എങ്കിൽ പോലും അത്ലറ്റിക്സ് സ്പോർട്സ് പീപ്പിൾ അവർക്ക് എന്ത് ചെയ്യണം, ഫിസിക്കലി എന്ത് ചെയ്യണം, സ്ട്രെങ്ത് ആവണം. ബോഡി ബിൽഡേഴ്സ് അവർക്ക് ഫിസിക്കലി അവർ സ്ട്രെങ്ത് ആവണം. പക്ഷെ നമ്മളെപ്പോലുള്ള പ്രൊഫഷണൽ ആളുകൾക്ക് വേണ്ടത് മെന്റലി സ്ട്രെങ്ത് ആണ്, മെന്റൽ സ്ട്രെങ്ത് ആണ്. ഏതൊരു വ്യക്തിയും നെഗറ്റീവ് പറഞ്ഞാലും നമ്മളെ ബിസിനസ്സിനെ ബാധിക്കാത്ത തരത്തിലുള്ള ഒരു മെന്റലി സ്ട്രോങ് ഉണ്ടാവണം. ക്ലിയർ? ഇവിടെ 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 വ്യക്തികളുടെ വേഗത കുറയുന്നതിന്റെ കാരണം ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ലോസ് അല്ല, ഇവിടെ നഷ്ടങ്ങൾ ആർക്കും സംഭവിക്കുന്നില്ല. ഒരു നഷ്ടമില്ലാത്ത ബിസിനസ്സാണ്. പക്ഷെ മെന്റലി വീക്ക് ആവുന്നതാണ് നമ്മൾ വേഗത കുറയുന്നത്. മെന്റലി സ്ട്രെങ്ത് ആയ ഒരു വ്യക്തിയുടെയും ബിസിനസിന്റെ വേഗത കുറയില്ല. അവർ ഉദ്ദേശിച്ച നേട്ടങ്ങൾ സമയാസമയങ്ങൾ അവർ നേടിയെടുക്കുക തന്നെ ചെയ്യും. അപ്പൊ മെന്റലി സ്ട്രെങ്ത് ആവണം. മെന്റലി സ്ട്രെങ്ത് ഒരു വ്യക്തിക്ക് പോലും എന്നെ നെഗറ്റീവ് ആക്കാൻ കഴിയാൻ പാടില്ല. അത്തരത്തിൽ നമ്മൾ മെന്റലി സ്ട്രെങ്ത് ആവണം. അങ്ങനെ മെന്റലി സ്ട്രെങ്ത് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നോളജ്, അറിവുകളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മെന്റലി സ്ട്രെങ്ത് ആവണം. ഈ ബിസിനസ് ആവശ്യം മുഴുവൻ അറിവുകളും നമുക്ക് വേണം. ഏതൊരു വ്യക്തിയും കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് വ്യക്തമായ ഒരു ആൻസർ പറയാനുണ്ടാവണം. അല്ല എത്ര നോ കേട്ടാലും അതിനെ നമ്മൾ എന്ത് ചെയ്യണം, മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ശക്തി വേണം. അങ്ങനെ നമ്മൾ മെന്റലി എന്ത് ചെയ്യണം, നമ്മളൊരു ദിശാബോധമുള്ള, ലക്ഷ്യബോധമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു 3 to 5 ഇയർ ഈ ബിസിനസ്സിൽ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ നമുക്കൊരു മെന്റലി സ്ട്രെങ്തോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. ഡോണ്ട് ലുക്ക് ഡൗൺ. നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ബിസിനസ്സിൽ താഴേക്ക് നോക്കി എന്ത് ചെയ്യരുത്, ഒരിക്കലും ഈ ബിസിനസ് ചെയ്യരുത്. ഡോണ്ട് ലുക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ടീമിൽ പല തരത്തിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും. ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പലപ്പോഴും നമ്മളെ ഇനാക്റ്റീവ് ആക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. നമ്മളെ താഴെയുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പോലും ഒരു പക്ഷേ നിങ്ങളോട് നെഗറ്റീവ് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ വിട്ടുപോയ ആളുകൾ ഉണ്ടായിരിക്കും. ഇതൊന്നും നിങ്ങളെ ബിസിനസിന്റെ വേഗതയെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാവരുത്. നിങ്ങൾ ഒരിക്കലും താഴെ നോക്കി ഒരിക്കലും എന്ത് ചെയ്യരുത്, ബിസിനസ് ചെയ്യരുത്. കാരണം ആ വ്യക്തിയുടെ സ്വപ്നമല്ല എൻ്റെ സ്വപ്നം, അവരുടെ കാഴ്ചപ്പാടല്ല എൻ്റെ കാഴ്ചപ്പാട്. എനിക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കണം. താഴെയുള്ള വ്യക്തികൾ ബിസിനസ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അവർ നെഗറ്റീവ് ആവുകയോ ഇതൊന്നും നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ നോക്കേണ്ടത് ലുക്ക് അപ്പാണ്, മുകളിലേക്കാണ് നോക്കേണ്ടത്. നിങ്ങളെ മുകളിൽ യഥാർത്ഥത്തിൽ ഈ ബിസിനസ്സിൽ വിജയിച്ച ആളുകളുണ്ടോ? ഇതാണ് നമ്മളുടെ ചിന്ത, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ യഥാർത്ഥത്തിൽ ലക്ഷറി ലൈഫ്, ഒരു ബെറ്റർ ലൈഫ്, ഡ്രീം ലൈഫ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ലീഡേഴ്സ് ഉണ്ടോ? ലുക്കപ്പ്. ഇപ്പം എൻ്റെ മുകളിൽ ഞാൻ നോക്കുകയാണെങ്കിൽ എന്നെ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ശ്രീജിത്ത് സിദർ എന്ന് പറയുന്ന ഒരു ലീഡറാണ്. അദ്ദേഹം ഇന്ന് CTസിൽ നിന്ന് ITസിലേക്ക് പോകുന്നു, മാസത്തിൽ ലക്ഷങ്ങൾ വരുന്നു, വരുമാനം വാങ്ങുന്നു, ലക്ഷറി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യും. അതിന് മുകളിൽ ലീഡർ ശൈലേഷ് ബാലൻ സാർ എന്ന് പറയുന്ന ITസ് ലീഡറാണ്.
മാസത്തിൽ 6 ലക്ഷത്തിന് മുകളിൽ ആവറേജ് വരുമാനം വാങ്ങുന്നു, WTC റാങ്കിങ്ങിൽ പോകുന്നു, വലിയൊരു വീട് വെച്ചു, ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു സൂപ്പർ ലക്ഷറീസ് തന്നെ സൂപ്പർ ലക്ഷറി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. അതിന് മുകളിലുള്ള ലീഡറാണ് ബെൽ നിസാർ ഒരു ID WTCയും ഒരു ID ITCയും ആണ്. അതായത് മാസത്തിൽ 10 ലക്ഷത്തിന് മുകളിൽ വരുമാനം വാങ്ങുന്നു, ലക്ഷറിയസ് ആയിട്ടുള്ള സൂപ്പർ ലക്ഷറീസ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിന് മുകളിലെ ലീഡർ അനീഷ് ബാബു സാറാണ്. ഇന്ന് കമ്പനി ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആണ്. അദ്ദേഹം മാസത്തിൽ ഏകദേശം 40 ലക്ഷത്തിന് മുകളിൽ വരുമാനം വാങ്ങുന്നു. ആഹ് എല്ലാ സ്വപ്നങ്ങളും കംപ്ലീറ്റ് ചെയ്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സക്സസ്ഫുൾ ആയ വ്യക്തിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് മുകളിലെ വ്യക്തി മുബിൻ മുഹമ്മദ്, ഇന്ന് കമ്പനിയുടെ ക്രൗൺ ഡയമണ്ട് ആണ്. ലക്ഷങ്ങൾ, മാസം 50 ലക്ഷം 60 ലക്ഷം ഒരു മാസം വരുമാനമായിക്കൊണ്ട് അദ്ദേഹം ബിസിനസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ നോക്കുന്നത് താഴേക്കല്ല. എനിക്കൊരു മുബിൻ മുഹമ്മദ് ആവണം, എനിക്കൊരു അനീഷ് ബാബു സാർ ആവണം, എനിക്കൊരു ബെൽനി സാർ ആവണം, എനിക്കൊരു ശൈലേഷ് ബാലൻ സാർ ആവണം. ഇതാണ് എൻ്റെ ചിന്ത. ഞാൻ മുകളിലേക്കാണ് നോക്കുന്നത്. അവർക്ക് ആവാൻ കഴിഞ്ഞുവെങ്കിൽ എനിക്കാവാൻ കഴിയുന്നതാണ്. അവരാണ് എന്നെ പ്രചോദിപ്പിക്കുന്നത്. താഴെയുള്ള ഒരു വ്യക്തിയല്ല എന്നെ പ്രചോദിപ്പിക്കുന്നത്. ആ വ്യക്തികൾ ആവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ക്ലിയർ. അങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ബിസിനസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വേഗതയെ ഒരിക്കലും താഴെയുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇനാക്റ്റീവ് ആവുകയോ ആ വ്യക്തി എന്തെങ്കിലും തരത്തിൽ വിട്ടുപോവുകയോ ചെയ്യുന്ന സമയത്ത് പോലും ഒരിക്കലും നിങ്ങളുടെ പ്രവർത്തനത്തെ അത് എഫക്റ്റ് ചെയ്യരുത്. ഞാൻ എടുത്ത തീരുമാനം ശരിയാണ്, ഞാൻ വിജയിക്കുന്നത് വരെ ഞാൻ പ്രവർത്തിക്കുക, ഞാൻ വിജയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ലുക്ക് അപ്പ്. നിങ്ങളുടെ മുകളിൽ വിജയിച്ച ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കാവുന്നതാണ്. ലുക്ക് അപ്പ്, അക്സെപ്റ്റ് ദ പെയിൻ. നമ്മൾ ഈ ബിസിനസ് വരുന്ന സമയത്ത് ചില വേദനകളൊക്കെ നമുക്ക് ഉണ്ടാവും. ചില വേദനകൾ നമുക്ക് ഉണ്ടാവും. ഈ വേദനകൾ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. വേദനകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യരുത്? ഒളിച്ചോടരുത്. ഡോണ്ട് ക്വിറ്റ്. അക്സെപ്റ്റ് ദ പെയിൻ. നമ്മൾ ഒരുപാട് ആളുകൾ നമ്മൾ കളിയാക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് ആളുകളെ നമ്മൾ കളിയാക്കാൻ സാഹചര്യമുള്ള ആണ്. അത് ഫാമിലിയിൽ നിന്നായിക്കോട്ടെ, ഫ്രണ്ട് സർക്കിളിൽ നിന്നായിക്കോട്ടെ, പലതരത്തിലും നമ്മൾ ലക്ഷ്യമിട്ട്, നമ്മൾ സ്വപ്നമിട്ട് ഈ ബിസിനസ്സിന് ഡെഡിക്കേറ്റ് ആയി പ്രവർത്തിക്കുന്ന സമയത്ത്, മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും പലതരത്തിൽ മോശം രീതിയിൽ നമ്മളോട് സംസാരിക്കാനും ഒക്കെ ആളുകൾ സമൂഹത്തിലുണ്ടാവും. അത് നമ്മൾ വേണ്ടപ്പെട്ട ആളുകളായിരിക്കും. അതൊരു പക്ഷെ നമ്മൾ അങ്ങനെ പറയുന്ന സമയത്ത് നമുക്കൊരു വേദന നമുക്കുണ്ടാവും. ക്ലിയർ. വേദനയുണ്ടാവും. ആ വേദനയെ നമ്മൾ എന്ത് ചെയ്യും? ആ വേദനയിൽ നമ്മൾ എന്ത് ചെയ്യും? ക്വിറ്റ് ആവരുത്. ആ വേദനയെ നമ്മൾ അംഗീകരിക്കണം. അംഗീകരിച്ച് നമ്മൾ അതിന് തീരുമാനമാണ് എടുക്കേണ്ടത്. ഡിസിഷനാണ് വേണ്ടത്. പെയിനിൽ നിന്ന്, വേദനയിൽ നിന്ന് തീരുമാനമാണ് വേണ്ടത്. ചിലപ്പോൾ ചില തരത്തിൽ ബിസിനസ് കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരിക്കും. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും ചില സമയങ്ങളിൽ ഉണ്ടാവും വേണ്ടത്ര വോളിയം വരാതിരിക്കുന്നുണ്ടാവും. നമ്മൾ ഉദ്ദേശിച്ച ആൾ ഡിസ്ട്രിബ്യൂട്ടർ ആവാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഇതൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രൊഡക്റ്റ് വിൽപ്പന സമയത്ത് നമ്മൾ വേണ്ടത്ര പ്രൊഡക്റ്റ് വിൽപ്പന ഇല്ലാത്ത സാഹചര്യം ഉണ്ടാവും. ഇതൊക്കെ ഒരു വേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ അംഗീകരിക്കുകയാണ് വേണ്ടത്. അതിൽ നിന്നൊരു തീരുമാനമാണ് എടുക്കേണ്ടത്. ഞാൻ ആന്ധ്രാപ്രദേശിലൊക്കെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ 2018 ആന്ധ്രാപ്രദേശിലേക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ തുടങ്ങിയ ഒരു വ്യക്തിയാണ്. എനിക്ക് തെലുങ്ക് ഭാഷയൊന്നും എനിക്ക് അത്ര വശമില്ല ബിഗിനിങ്ങിൽ. അങ്ങനെ ഞാൻ അവിടെ തുടക്ക കാലഘട്ടങ്ങളിൽ എൻ്റെ തെലുങ്ക് അത്ര പെർഫെക്റ്റ് അല്ല. ഞാനൊരു ഹൗസ് മീറ്റിംഗ് എടുക്കുന്ന സമയത്ത് പ്രൊഡക്റ്റിനെ കുറിച്ച് അവതരിപ്പിക്കുന്ന സമയത്ത് ഇവിടെ ആരും അതിനു വേണ്ടി പഠിച്ച ആളുകളില്ല. നമ്മൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ തെലുങ്ക് ലാംഗ്വേജ് വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ ഏകദേശം കുടുംബശ്രീ പോലത്തെ ഒരു മീറ്റിംഗ് ആണ്, സ്ത്രീകളാണ് കൂടുതലുള്ളത്. ഞാൻ അവിടെ എന്ത് ചെയ്തു, പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ പ്രസന്റേഷൻ ചെയ്തു. അപ്പോൾ എൻ്റെ തെലുങ്ക് അത്ര പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പല വേർഡുകളിൽ പല മിസ്റ്റേക്കുകൾ കൊണ്ട് തന്നെ അത് അത് അവിടെ ഇരിക്കുന്ന സദസ്സിലെ ആളുകൾ അത് കേട്ട് ചിരിച്ചു. അവര് ചിരിച്ചു. ഞാൻ ലൈവായിട്ട് അവരൊരു വിഭാഗം ആളുകൾ എന്നെ നോക്കി ചിരിച്ചു. അപ്പൊ ഞാൻ അവിടെ പ്രസന്റേഷൻ ചെയ്യാണ്. അപ്പൊ ഇത്രയും ആളുകൾ എന്ത് ചെയ്യണം? ഇത് എന്റെ ലാംഗ്വേജ് മോശമായതുകൊണ്ട് അവർക്ക് വേറെ തരത്തിൽ അർത്ഥമായി മനസ്സിലാക്കിക്കൊണ്ട് അവർ ചിരിക്കുകയാണ്. ഇത് തന്നെ കാര്യമായിട്ട് എനിക്കൊരു വേദനയുണ്ടായി. കാരണം ഞാൻ ലൈവായിട്ട് അവർ ചിരിക്കുകയാണ്. ഞാൻ സീരിയസ് ആയി കാര്യം സംസാരിക്കുന്ന സമയത്ത് അവർ ചിരിക്കുന്ന സാധനം അതെന്റെ മനസ്സിൽ ഒരു വേദനയുണ്ടായി, ഒരു വേദന. അപ്പൊ ഈ വേദന ഞാനൊരു ശക്തമായ ഒരു തീരുമാനമാണ് എടുത്തത്. എന്റെ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ മുന്നിൽ എന്ത് ചെയ്യണം? തെലുങ്ക് മനോഹരമായിട്ട് സംസാരിക്കണം. എനിക്ക് അവരുടെ മുന്നിൽ തെലുങ്ക് സംസാരിച്ചേ പറ്റൂ. ഞാനൊരു നല്ല രീതിയിൽ തെലുങ്ക് സംസാരിക്കുന്ന ഒരാളായിട്ട് മാറണം എന്നുള്ളൊരു തീരുമാനമാണ് ആ വേദനയിൽ നിന്ന് ഞാൻ എടുത്തത്. ഇന്ന് നിങ്ങളോട് പറയുന്ന ഇതേ മോർണിംഗ് ക്ലബ് ഇതേ കാര്യങ്ങൾ തെലുങ്ക് ഭാഷയിൽ ഞാൻ എന്ത് ചെയ്യും? തെലുങ്ക് സംസാരിക്കും. ആ തരത്തിലേക്ക് ഞാൻ എന്ത് ചെയ്തു? വളർന്നു. എന്ന് പറഞ്ഞാൽ ആ വേദനയിൽ നിന്ന് ഞാൻ തീരുമാനമാണ് എടുത്തത്. ആ തീരുമാനമാണ് ഞാൻ നടപ്പിലാക്കിയത്.
ഈ ബിസിനസ് നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, നീയൊന്നും വിജയിക്കില്ല, നിന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ ആളുകളുടെ മുന്നിൽ ആ വേദന, അവർ പറഞ്ഞ വാക്കുകളുടെ വേദന അതൊരു ശക്തമായൊരു തീരുമാനമായിട്ട് മാറണം. എന്നാൽ നിങ്ങളുടെ മുന്നിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കണമെന്നുള്ള ഒരു തീരുമാനമായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അവരുടെ മുന്നിൽ വിജയിച്ച വ്യക്തിയായി ഒരു ലക്ഷറി കാറിൽ വന്നിറങ്ങുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് വേണം നമ്മൾ ഈ ബിസിനസ്സിൽ ജീവിക്കാൻ. അതാണ് തീരുമാനം എന്ന് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും വേദന ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഒളിച്ചോടല്ല വേണ്ടത്. അക്സെപ്റ്റ് ദ പെയിൻ, അക്സെപ്റ്റ് ദ പെയിൻ. ആ പെയിൻ ശക്തമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഞാൻ എടുത്ത തീരുമാനം, MI ലൈഫ്സ്റ്റൈലിൽ ഞാൻ ഡിസ്ട്രിബ്യൂട്ടറായി എടുത്ത തീരുമാനം ശരിയാണെന്ന് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രൂവ് ചെയ്യണം, അവർ നമ്മൾ ബോധ്യപ്പെടുത്തണം. സോ അക്സെപ്റ്റ് ദ പെയിൻ, അക്സെപ്റ്റ് ദ പെയിൻ. ലെസ് തിങ്കിങ്, മോർ ഡൂയിങ്. ഇത് അടുത്തൊരു മൈൻഡ് സെറ്റ് ആണ്. കൂടുതൽ ആലോചിക്കരുത്. ഇത് കൂടുതൽ ആലോചിക്കാനുള്ള ബിസിനസ് അല്ല MI ലൈഫ്സ്റ്റൈൽ. കുറച്ച് ആലോചന, കൂടുതൽ പ്രവർത്തനം. ആക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലെസ് തിങ്കിങ്, കുറച്ച് മാത്രം ചിന്തിക്കുക. ലെസ് തിങ്കിങ്, ലെസ് തിങ്കിങ്. ഇപ്പോൾ ഈ ബിസിനസ്സിൽ നമ്മളെ ചിന്താഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആഴ്ചയിൽ നടക്കുന്ന ബിസിനസ്, വീക്ക്ലി ബിസിനസ് ആണ്. ഇന്ന് സാറ്റർഡേ ആണ്. ഈ വരുന്ന ഫ്രൈഡേനെ കുറിച്ച് മാത്രം ആലോചിക്കുക, കൂടുതലൊന്നും ആലോചിക്കേണ്ട. ഈ വരുന്ന ആഴ്ച എത്ര മനോഹരമാക്കാൻ കഴിയും, ഇതാണ് നമ്മളെ ചിന്താഗതി. ലെസ് തിങ്കിങ്. അതിനുവേണ്ടി കൂടുതൽ നമ്മൾ പ്രവർത്തിക്കുക. ഇത് അങ്ങനെ പോയാൽ എങ്ങനെയാവും, 2 വർഷം കഴിഞ്ഞാൽ എങ്ങനെയാവും, 3 വർഷം കഴിഞ്ഞാൽ എൻ്റെ ഭാവി എന്താവും, ഇങ്ങനൊന്നും കാട് കയറി നമ്മൾ ചിന്തിച്ച് നമ്മൾ സമയം പാഴാക്കരുത്. കൂടുതൽ ചിന്തിക്കുന്നവർ പ്രവർത്തിക്കാത്ത ആളുകളാണ്. അവർ ചിന്തയിൽ സീലിംഗ് അച്ചീവർ ആവും, ചിന്തയിൽ റാങ്ക് മാറും. ചിന്തയിലല്ല റാങ്ക് മാറണം, നമുക്ക് റിയാലിറ്റിയിൽ മാറണം. ചിന്തകൾ കുറയ്ക്കുക, പ്രവർത്തനം കൂട്ടുക. ഇപ്പൊ 2026 എന്ന് പറയുന്ന ഈ വർഷം നിങ്ങൾക്ക് മനോഹരമാക്കണമെങ്കിൽ, ഏറ്റവും മികച്ച വർഷമാക്കണമെങ്കിൽ, MI ലൈഫ്സ്റ്റൈൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2026 എന്ന് പറയുന്ന ഒരു വർഷമല്ല നമുക്കുള്ളത്. നമുക്ക് 52 ആഴ്ചകളാണുള്ളത്, 52 വീക്സ്. 52 ആഴ്ചകൾ കൂടിച്ചേരുന്നതാണ് 2026, ഒരു വർഷം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓരോ ആഴ്ചയും മനോഹരമാക്കി കഴിഞ്ഞാൽ, ഓരോ ആഴ്ചയും ബെസ്റ്റ് വീക്ക് ആക്കി കഴിഞ്ഞാൽ 52 ആഴ്ചയും ബെസ്റ്റ് വീക്ക് ആവും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വർഷം മികച്ച വർഷമായി മാറും. അല്ലാതെ ഓരോ ആഴ്ചയിലും പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യാതെ, ബിസിനസ് ചെയ്യാതെ ഓരോ ആഴ്ചകളും ഇങ്ങനെ ജീവിതത്തിൽ കടന്നു പോയി കഴിഞ്ഞാൽ ഈ വർഷവും സാധാരണ ഒരു വർഷമായി ജീവിതത്തിൽ കടന്നു പോകും. നാളെ ഉണ്ട്, ഇനിയും ഉണ്ടെന്നുള്ള ചിന്ത ഒരു കാരണവശാലും ഒരു സക്സസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ സക്സസ് ആക്കുന്നതല്ല. സമയമില്ല എന്നുള്ള ചിന്തയാണ് വ്യക്തികൾ സക്സസ് ആക്കുന്നത്. സോ ലെസ് തിങ്കിങ്. നമ്മളുടെ ബിസിനസ്സിലെ കലണ്ടറിലെ വീക്കാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ഈ ആഴ്ച 670 ആഴ്ചയാണ്. ഐ ആം റൈറ്റ്, 670 ആഴ്ചയാണ്. ഈ വെള്ളിയാഴ്ച വരെയാണ് എൻ്റെ കലണ്ടറിലുള്ളൂ. ഈ ആഴ്ച ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുക, ഇതാണ് നമ്മളെ ചിന്ത. ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുക. അതിനുശേഷം സാറ്റർഡേ വരും, അത് അപ്പം ആലോചിക്കാം. ഇനിയും അടുത്ത ആഴ്ചയുണ്ടെന്നുള്ള ചിന്തയാണ് ഇതിലൊരു വേഗത കുറയ്ക്കുന്നത്, വ്യക്തികളുടെ സക്സസിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തുന്നത്. അപ്പോൾ ലെസ് തിങ്കിങ്, ചെറിയ ചിന്തകൾ, കൂടുതൽ പ്രവർത്തനം, മോർ ഡൂയിങ്. ഇതാണ് നമ്മുടെ മുദ്രാവാക്യം, ഇതാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. ഈ ഒരു വീക്ക് മനോഹരമാക്കാൻ ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കുക, ബെസ്റ്റ് വീക്കാക്കി മാറ്റുക. അങ്ങനെ എല്ലാ വീക്കുകളും അങ്ങനെ നമ്മളെ തന്നെ എന്ത് ചെയ്യണം, ടൈറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ നിങ്ങൾ കഴിയണം. ദ തിങ്കർ ദ ഡൂയർ. ചിന്തിക്കുന്ന ആളുകൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും ഈ ബിസിനസ്സിൽ പരാജയപ്പെടുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം എന്താ, അവർ ആ എഡ്യൂക്കേഷൻ കൂടിയതുകൊണ്ടുള്ള പ്രശ്നമാണ്. അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത, 2ാം ക്ലാസ്സും 3ാം ക്ലാസ്സും മാത്രം വിദ്യാഭ്യാസമുള്ള ആളുകൾ, പ്രത്യേകിച്ചൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ, മറ്റൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ആളുകൾ ഈ ബിസിനസ് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിച്ചിട്ടുണ്ട്. ലക്ഷങ്ങൾ വരുമാനം വാങ്ങിച്ചൊരു ബെറ്റർ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, അവർ ചിന്തിക്കുകയല്ല ചെയ്യുന്നത്, അവർ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ലീഡേഴ്സ് പറഞ്ഞ പോലെ പ്രവർത്തിച്ച് വിജയിച്ചു എന്നാണ്. സോ ദ ഡൂയർ ആവുക, നമ്മൾ പ്രവർത്തിക്കുന്ന ആളുകളാവുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ അച്ചീവ്മെന്റുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. കാരണം അവിടെ വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് വലിയ അച്ചീവ്മെന്റ് ഇല്ല. വലിയൊരു അച്ചീവർ ആയിട്ട് ഒരു ദിവസം ഞാൻ മാറുമെന്ന് പറയുന്ന ആ ഒരു ചിന്തയില്ല, വലിയ അച്ചീവ്മെന്റ് ഇല്ല. ചെറിയ ചെറിയ വിജയങ്ങളുടെ ആകത്തുകയാണ് വലിയ വിജയം എന്ന് പറയുന്നത്. സ്മോൾ പ്ലസ് അച്ചീവ്മെന്റ് ഈസ് ഈക്വൽ ടു ബിഗ് അച്ചീവ്മെന്റ്. വലിയ അച്ചീവ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, വലിയ വലിയ വിജയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്നാൽ ചെറിയ വിജയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ പോകുന്നുണ്ട്. ചെറിയ വിജയങ്ങൾക്ക് ആരാണോ പ്രാധാന്യം കൊടുക്കാതെ പോകുന്നത്, അവരുടെ ജീവിതത്തിൽ വലിയ വിജയം എന്ന് പറയുന്ന വിജയം വന്നു ചേരില്ല. ഇറ്റ്സ് എ ഫാക്ട്. ചെറിയ വിജയങ്ങളുടെ ആകത്തുക, ദ ആഡിങ് ഓഫ് ദ സ്മോൾ അച്ചീവ്മെന്റ്സ് ലീഡ്സ് ടു ദ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് എന്നുള്ളതാണ്. നിങ്ങൾ ചെറിയ വിജയങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആഘോഷിക്കണം.
എല്ലാ ആഴ്ചയിലും വരുമാനം വാങ്ങിക്കുക. ചെറിയ വിജയമാണെങ്കിൽ എല്ലാ ബുധനാഴ്ചയിലും വരുമാനം വാങ്ങിക്കുക. അതൊരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് കാണണം. നിങ്ങൾ ആഴ്ചയിൽ 20,000, 25,000, 30,000 ഇമ്പോർട്ടന്റ് ആഴ്ചയിൽ കിട്ടുന്ന 500, 400, 1000, 2000 ഇതാണ് ഇമ്പോർട്ടന്റ്. ഇതിനെ റെഗുലർ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പ്രതീക്ഷിക്കാതിനെ കൂടുതൽ വരുമാനം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്. ചെറിയ വിജയങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, ചെറിയ ചെറിയ റാങ്കുകൾ സെലിബ്രേറ്റ് ചെയ്യുക. ഇതാണ് നമ്മളുടെ ചിന്താഗതി. സോ സ്മോൾ അച്ചീവ്മെന്റ്സ് ലീഡ്സ് ടു ബിഗ് അച്ചീവ്മെന്റ് എന്നുള്ളതാണ്. സോ വർക്ക് ഹോളിക് ആയിരിക്കുക. എപ്പോഴും നമ്മൾ വർക്ക് ഹോളിക്. ആൽക്കഹോളിക് ഉണ്ടല്ലോ, ആൽക്കഹോളിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫുൾ ടൈം വെള്ളം എന്ന് പറയില്ലേ നമ്മൾ, എപ്പോഴും മദ്യപിച്ച ആളുകൾ, അത് ആൽക്കഹോളിക്. നമ്മൾ MI ലേഴ്സിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ വർക്ക് ഹോളിക് ആയിരിക്കണം. നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. പാർട്ട് ടൈം ആണെങ്കിൽ പാർട്ട് ടൈം, ഫുൾ ടൈം ആണെങ്കിൽ ഫുൾ ടൈം. എപ്പോഴും ഈ ബിസിനസ്സിലായിരിക്കുക എന്നുള്ളതാണ്. ബിസിനസ്, നമ്മളെ ബിസിനസ് എവിടെയാണുള്ളത്? നമുക്ക് ഷോപ്പില്ല അല്ലെ? നമുക്കൊരു ഷോപ്പിലാണെങ്കിൽ ഞാൻ ഷോപ്പിലാണെന്ന് പറയാം. എനിക്കൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ഷോപ്പിലാണെന്ന് പറയാം. നമുക്ക് ഷോപ്പില്ലല്ലോ. നമ്മളെ ബിസിനസ് എവിടെയുള്ളത്? എന്റെ ബിസിനസ്, നിങ്ങളുടെ ബിസിനസ് നമ്മൾ ഉള്ളിലാണുള്ളത്. ഇറ്റ്സ് ഇൻ യുവർ സൈഡ്. നമ്മൾ ഉള്ളിലാണ് ഈ ബിസിനസ് ഉള്ളത്. അത് എനി ടൈം നമ്മൾ ഉള്ളിലാണ് ബിസിനസ് ഉള്ളത്. എനി ടൈം MI ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് തയ്യാറാവും. വൺ ലൈഫ് വൺ ചാൻസ്. ഒരു ജീവിതമേ ഒരു ചാൻസേ ഉള്ളൂ. മഹാനായ ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്, ലൈഫ് ഈസ് എ ഡ്രാമ, ലൈഫ് ഈസ് നോട്ട് എ സിനിമ. ജീവിതം എന്ന് പറയുന്നത് സിനിമയല്ല, ജീവിതം എന്ന് പറയുന്നത് നാടകമാണ്. കാരണം സിനിമയിൽ എത്ര തെറ്റുകൾ വന്നാലും നമുക്ക് എന്ത് ചെയ്യാം? റീടേക്കുകൾ ഉണ്ട് സിനിമയിൽ. പക്ഷെ നാടകത്തിൽ റീടേക്കുകൾ ഇല്ല. നാടകം എന്ന് പറഞ്ഞാൽ അത് ലൈവാണ്. അവിടെ നടന്ന തെറ്റ് തന്നെയാണ്. ഒരു ജീവിതത്തിൽ മനോഹരമാക്കാൻ കിട്ടിയ അവസരമാണ് MI ലൈഫ്. അവിടെ നമ്മൾ തെറ്റുകൾ പറ്റി. നമുക്ക് സമയം അതിക്രമിച്ചു കിടക്കുന്നു. ഓക്കെ ഫൈൻ. മാഡം വത്സല മാഡം, ഡോണ്ട് ഇന്ററപ്റ്റ്. ഓക്കെ സർ. രാജു സർ കണ്ടിന്യൂ. ഓക്കെ സർ. അപ്പോൾ വർക്ക് ഹോളിക്, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഒരു വർക്ക് ഹോളിക് ആവണം. വർക്ക് ഹോളിക് നമ്മൾ എപ്പോഴും ഇതിലെന്താവണം? എപ്പോഴും ആക്ഷൻ ഓറിയന്റഡ് ആയിരിക്കണം നമ്മളെ മൈൻഡ് സെറ്റ്. എപ്പോഴും നമ്മൾ പ്രവർത്തനത്തിലും എഡ്യൂക്കേഷനിലുമായിട്ടും എന്ത് ചെയ്യണം? നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഈ ഒരു മൈൻഡ് സെറ്റിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ വരാൻ നമുക്ക് സാധിക്കണം. ക്ലിയർ. ഒരു ഫുൾ ടൈമറായ ആളെ സംബന്ധിച്ചിടത്തോളം ഡെയിലി 5-ൽ കൂടുതൽ ആളെങ്കിലും മിനിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മീറ്റ് ചെയ്യാൻ കഴിയണം. ഏറ്റവും ചുരുങ്ങിയതാണ് പറയുന്നത്. വർക്ക് ഹോളിക്കിന്റെ ഒരു ആക്ഷൻ പ്ലാൻ ആണ് പറയുന്നത്. എല്ലാ മൈൻഡ് സെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് പ്രവർത്തനത്തിന് ആവശ്യമായിട്ട് ഒരു മൈൻഡ് സെറ്റ് വേണം. വർക്കാണല്ലോ ഇമ്പോർട്ടൻറ്റ്. ആക്ഷൻ ആണ് എല്ലാത്തിനും അടിസ്ഥാനം സക്സസ് എന്ന് പറയുന്നത്. മിനിമം ഒരു 5 വ്യക്തികളും ഡെയിലി നമ്മൾ കാണാൻ കഴിയും. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ദിവസം 5 വ്യക്തികൾ എനിക്ക് ഫുൾ ടൈമായിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ ആ ദിവസം ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. കാരണം ഒരു ദിവസം നഷ്ടപ്പെട്ടു പോകുന്നുള്ളതാണ്. ആ ദിവസം എൻ്റെ ജീവിതത്തിൽ വരില്ല എന്നുള്ളതാണ്. റിസൾട്ട് രണ്ടാമതാണ്. നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അല്ലെ? ക്ലിയർ. ഒരു പാർട്ട് ടൈം ആയ വ്യക്തിയിൽ മിനിമം 2-3 ആളുകളെ നമ്മൾ കാണാൻ കഴിയണം. ക്ലിയർ. എൻ്റെ ലൈഫ് മനോഹരമാക്കേണ്ടത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. മൈ ലൈഫ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. എൻ്റെ ജീവിതം എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ നല്ല കാറിൽ സഞ്ചരിക്കേണ്ടത്, ഞാൻ നല്ല വീട് വെക്കേണ്ടത്, എൻ്റെ ഫാമിലി സന്തോഷിക്കേണ്ടത്, ഇതെല്ലാം എൻ്റെ ഉത്തരവാദിത്തമാണ്. എന്നിലൂടെയാണ് സംഭവിക്കുന്നത്. അത് നാട്ടുകാരുടെ ഉത്തരവാദിത്തമല്ല, അതെൻ്റെ കൂട്ടുകാരുടെ ഉത്തരവാദിത്തമല്ല. ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം? സമയത്തെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റണം? ഈ ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയണം. ശക്തമായി ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിയണം. നമ്മളെ സക്സസിന്റെ മന്ത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സക്സസിന്റെ മന്ത്ര? മീറ്റ് മോർ പീപ്പിൾ, മീറ്റ് മോർ പീപ്പിൾ, മീറ്റ് മോർ പീപ്പിൾ, മീറ്റ് മോർ പീപ്പിൾ, അഗെയിൻ മീറ്റ് മോർ പീപ്പിൾ. കാണുക കാണുക കാണുക, വീണ്ടും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതാണ് സക്സസ് മന്ത്ര എന്ന് പറയുന്നത്. ആക്ഷൻ ഓറിയന്റഡ് ആണ് നമ്മളുടെ ബിലീഫ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നമുക്ക് വേണ്ട വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളുടെ എൻ്റെ ഹാർഡ് വർക്കിൽ എനിക്ക് വിശ്വാസം ഉണ്ടാവും. ഇതാണ് ഒരു 2 തരം ബിലീഫാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് ആയിട്ട് ഒരുപാട് വിശ്വാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും സക്സസിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട 2 ബിലീഫ്. ഒന്ന് ഹാർഡ് വർക്ക്. എൻ്റെ കഠിന പ്രയത്നത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ വിശ്വാസം, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഈ വിശ്വാസം എനിക്കുണ്ടാവണം. എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ഹാർഡ് വർക്ക് ചെയ്യുന്നല്ല, ഐ ആം എ ഹാർഡ് വർക്കർ. ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇറ്റ്സ് മൈ ബിലീഫ്. ഇത് എനിക്കുണ്ടാവണം. ഞാൻ ഹാർഡ് വർക്ക് ചെയ്യണം. ആ ഹാർഡ് വർക്കിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊന്നിനുമല്ല വിശ്വസിക്കുന്നത്. എൻ്റെ കഠിന പ്രയത്നത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദിസ് നമ്പർ 1 ബിലീഫ്. നമ്പർ 2, ഡ്യൂപ്ലിക്കേഷനിൽ ബിലീഫ് വേണം. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമെന്നുള്ള വിശ്വാസം വേണം. എൻ്റെ ഹാർഡ് വർക്കിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നെ പോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ എൻ്റെ ഗ്രൂപ്പിൽ ഉണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ഇറ്റ്സ് ഡ്യൂപ്ലിക്കേഷൻ. ഈ 2 ബിലീഫ് ഉണ്ടെങ്കിൽ ഈ ബിസിനസ്സിൽ എന്ത് നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. ആദ്യം എൻ്റെ കഠിന പ്രയത്നത്തിലാണ് എനിക്ക് ആദ്യം വിശ്വാസപ്പെട്ടത്. അങ്ങനെ ആ വിശ്വാസം ഉണ്ടെങ്കിൽ, ആ കഠിന പ്രയത്നം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ എന്നെ പോലെ പ്രവർത്തിക്കുന്ന ആളുകൾ വന്നു ചേരും. അങ്ങനെ വന്നു ചേരുമ്പോൾ വലിയ ഡെവലപ്മെന്റ് ഓരോ വ്യക്തികൾ ബിസിനസ്സിലുണ്ടാവും.
സോ ബിലീഫ് ഇൻ ദ ഡ്യൂപ്ലിക്കേഷൻ, ബിലീഫ് ഇൻ ദ ഹാർഡ് വർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ശ്രീറാം കമ്പനിയിൽ ഒരു ബ്രാഞ്ച് മാനേജറായി നിൽക്കുന്ന സമയത്താണ് ബിസിനസ്സിലേക്ക് കടന്നത്. ഞാൻ ഒരു സാധാരണ ഫാമിലിയിൽ നിന്ന് കടന്ന വന്ന വ്യക്തിയാണ്. എൻ്റെ അച്ഛൻ ഡ്രൈവറാണ്, ഒരു സാധാരണ ഫാമിലിയിൽ കടന്നു വന്നു. ഏകദേശം 40,000 സമയത്ത് ഈ ബിസിനസ്സിൽ ഒരു ലക്ഷറി ലൈഫ് വേണമെന്ന് ശൈലേഷ് ബാലൻ സാറാൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്നെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തു. മാസത്തിൽ 2 ലക്ഷം വരുമാനം MILSലൂടെ വാങ്ങുന്നു അദ്ദേഹം. അതുകൊണ്ട് എനിക്കും അങ്ങനത്തെ ഒരു ജീവിതം വേണമെന്ന് മനസ്സിലാക്കി ജോലി റിസൈൻ ചെയ്തു ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. തൃശ്ശൂരിലാണ് ആദ്യം തുടങ്ങിയത് ഈ ബിസിനസ്. അവിടെ നിന്ന് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ഏരിയ ആന്ധ്രാപ്രദേശാണ്. എൻ്റെ ആന്ധ്രാപ്രദേശിലുള്ള DTC അബോ ലീഡേഴ്സിൻ്റെ ഒരു ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം 40-ൽ കൂടുതൽ DTC അബോ ലീഡേഴ്സ് ആന്ധ്രാപ്രദേശിൽ ആൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 13 കോടിക്ക് മുകളിൽ ആന്ധ്രാപ്രദേശ് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിൽ കമ്പനിക്ക് ഒരു ഔട്ട്ലെറ്റ് കൂടെ ഇല്ല എന്നുള്ളതാണ്. കമ്പനിയുടെ ഒരു സപ്പോർട്ടും ഇല്ല എന്നുള്ളതാണ്. ഒരു സപ്പോർട്ട് പോലും, കമ്പനിയുടെ ട്രെയിനിങ്സോ മീറ്റിംഗ്സോ ഒന്നും തന്നെ ഇല്ലാതെ ഞങ്ങളുടെ ആളുകൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും പ്രൊഡക്റ്റ് വരാൻ 1-2 ദിവസം വെയിറ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ സാഹചര്യം ഒന്നും ഇല്ലെങ്കിൽ പോലും അവിടെ ആന്ധ്രാപ്രദേശിൽ നമ്മൾ ഓർഗനൈസേഷനിൽ നമ്മുടെ ടീം AIGയിൽ NTC ലീഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 4 RTCകളുണ്ട്, ഏകദേശം 15-നടുത്ത് STCകളുണ്ട്, 40-നടുത്ത് കൂടുതൽ DTCകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലെവലിലേക്ക് അവിടെ എന്ത് ചെയ്തു, ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്തു. ക്ലിയർ? അപ്പൊ ഞാൻ പറയുന്നത്, പ്രവർത്തിക്കാൻ മനസ്സുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ മുന്നിൽ വഴികൾ എന്ത് ചെയ്യും, തെളിഞ്ഞു വരും. പ്രവർത്തിക്കുന്നതിന് മുന്നിൽ എന്ത് ചെയ്യും, വഴികൾ തുറന്നു വരും. ക്ലിയർ? സോ ആക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ന് ഈ ബിസിനസ്സിൽ എൻ്റെ ടോട്ടൽ ടേൺ ഓവർ, എൻ്റെ ബ്രാഞ്ച് 1-ൽ ഞാൻ കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുത്ത് തുടങ്ങിയ ബിസിനസ്സാണ്. ബ്രാഞ്ച് 1-ൽ 6,36,28,301 BV ബ്രാഞ്ച് 1-ൽ. ബ്രാഞ്ച് 2-ൽ 10,54,21,788 ബിസിനസ് വോളിയം ഞാൻ ഈ ബിസിനസ്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾ ടുഗദർ ഏകദേശം 25 കോടിക്ക് മുകളിൽ രൂപയുടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ബിസിനസ് കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം NTCയിലേക്ക് പോകുന്നു. ഇന്ന് ഈ കമ്പനിയുടെ CTC റാങ്കിൽ നിന്ന് ഞാൻ പ്രവർത്തിക്കുന്നു. ഞാൻ ഈ ബിസിനസ്സിൽ കടന്നു വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു വീടാണിത്. ഞാൻ ഒരു 28 വയസ്സ് വരെ ഞാൻ വീട്ടിലാണ് താമസിച്ചത്. ഇത് ജോലിക്ക് പോയിരുന്നത്. ഏകദേശം 40,000 സാലറി ഉണ്ടെങ്കിൽ പോലും എൻ്റെ ഫാമിലിക്ക് അത് തികയുമായിരുന്നില്ല. ഒരു കൂട്ടുകുടുംബ ഫാമിലിയാണ്. അച്ചാച്ചൻ്റെ വീടാണ്. എൻ്റെ അച്ഛൻ സ്വന്തമായിട്ട് വീട് വയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. വളരെ പാവപ്പെട്ട ഫാമിലിയിലാണ് ഞങ്ങൾ ജീവിച്ചത്. എൻ്റെ ആദ്യത്തെ ജോലി പേപ്പർ ബോയ് ആണ്. പത്രങ്ങൾ ഇടുന്ന പേപ്പർ ബോയ് ആയിട്ടാണ് ആദ്യത്തെ ജോലി വന്നത്. കാരണം ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫാണ്. നമുക്ക് വരുമാനം കൂട്ടിയേ പറ്റൂ. അപ്പോൾ ഒരു 8ാം ക്ലാസ് ഒരു പഠിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്തെങ്കിലും വരുമാനം വേണം. അങ്ങനെ ഞാൻ പത്രം ഇടുന്ന ജോലിയിലേക്ക് ഞാൻ കടന്നു. 8ാം ക്ലാസ്സിൽ വളരെ സാധാരണ ഫാമിലിയിൽ നിന്ന് കടന്നു വരുന്നതാണ്. സമയത്തിന് നമുക്ക് ഭക്ഷണമില്ല, നല്ല വസ്ത്രങ്ങളില്ല. ഒരു കല്യാണത്തിന്, എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, ഒരു കല്യാണത്തിന് ഒരു ഷർട്ട് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മ വീട്ടിലെ ആക്രി സാധനങ്ങൾ ഈ ആക്രി സാധനങ്ങൾ വിറ്റുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ആ കല്യാണത്തിന് ഷർട്ട് വാങ്ങി. അത്രയധികം സാമ്പത്തിക ബുദ്ധിമുട്ടും ഒരു പുവർ ഫാമിലിയിൽ നിന്നാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നത്. അപ്പൊ എൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു ബെറ്റർ ലൈഫ് വേണം, ഒരു ലക്ഷറി ലൈഫ് വേണം. ലക്ഷറി ലൈഫിന്റെ ലൈഫ് വേറെയാണ്, സാധാരണ ലൈഫ് വേറെയാണ്. അപ്പൊ പൈസയുടെ ബുദ്ധിമുട്ടുള്ള ആൾക്ക് അറിയാൻ പറ്റും എന്ത് ബെറ്റർ ലൈഫിന്റെ ആവശ്യകത എത്രമാത്രം ഉണ്ടെന്ന്. ഈ ഒരു ചിന്തയിലാണ് ഞാൻ എന്ത് ചെയ്തത്, MILSൽ ഫുൾ ടൈം ആയിട്ട് ചെയ്തത്. എനിക്കും ഒരു പൈസ ഇല്ലെങ്കിൽ എന്തില്ല, വാല്യൂ ഇല്ല. പൈസ ഇല്ലെങ്കിൽ വാല്യൂ ഇല്ല, ശരിയല്ലേ? നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ലോകം നിങ്ങൾ അംഗീകരിക്കും, ലോകം നിങ്ങളെ റെസ്പെക്ട് ചെയ്യും. പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം വീട്ടുകാർ പോലും നിങ്ങളെ റെസ്പെക്ട് ചെയ്യില്ല, ബഹുമാനിക്കില്ല. എല്ലാത്തിനും ഇമ്പോർട്ടൻറ്റ് പൈസയാണ്. പൈസ ഉണ്ടെങ്കിൽ വാല്യൂ ഇല്ല. അപ്പൊ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പുവർ ഫാമിലിയാണ്, ദരിദ്ര ഫാമിലിയാണ്. അപ്പൊ എൻ്റെ നാട്ടിൽ ഒരു റിച്ച് ഫാമിലി ആവണം എന്ന് എൻ്റെ ശക്തമായൊരു തീരുമാനമാണ്. അതിനുവേണ്ടി എന്ത് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെയാണ് ദൈവം MILS എന്നൊരു അവസരം എനിക്ക് തന്നത്. ഇന്ന് ഈ ബിസിനസ്സിലൂടെ എൻ്റെ ആദ്യത്തെ അച്ചീവ്മെന്റ് ഒരു വീട് വെച്ചു. MILSന്റെ പൈസ കൊണ്ട്. MILSന്റെ ഹൗസാണ്. ആദ്യത്തെ കാറാണ് ഇത്, ടാറ്റ ടിയാഗോ. ഇത് MILSൽ വാങ്ങിക്കുന്ന വരുമാനം കൊണ്ട് വാങ്ങിച്ചാണ് എൻ്റെ മൈ വൈഫ്. സോ ഇത് എൻ്റെ ഒരു തുടക്കകാലത്തുള്ള കാറാണ്. ഇന്ന് രാജു വേളത്ത് ഈ കമ്പനിയുടെ CTC ലീഡറാണ്. ഇന്ന് ലക്ഷറി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ തരത്തിലുള്ള വരുമാനം എനിക്ക് വരുന്നുണ്ട്. ഇതെന്റെ 2ാമത്തെ കാറാണ്, ടാറ്റ ഹാരിയർ. 23 ലക്ഷത്തിന് മുകളിലുള്ള വരുമാനമാണ് ഈ കാറിന്റെ വില. ഈ കാറിലാണ് ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത്. ഈ ലെവലിലേക്ക്, ഒരു ഓർഡിനറി ലൈഫിൽ നിന്നും ഒരു ലക്ഷറി ലൈഫിലേക്ക് ഒരു മാറ്റം ാണ്. കേരളത്തിൽ ലഭിച്ചിട്ടുണ്ട്. നെക്സസ് എന്ന പ്രോഗ്രാമിൽ 3 പ്രാവശ്യം വിദേശ യാത്രകൾ പോയിട്ടുണ്ട് ഈ കമ്പനിയിലൂടെ. 2 കാറുകൾ മെയിൻറ്റെയിൻ ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് ചെയ്യുന്നു. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ എൻ്റെ ഒരു വർഷത്തെ വരുമാനം 36 ലക്ഷം രൂപയാണ്. കഴിഞ്ഞ വർഷത്തെ വരുമാനം
എൻ്റെ ഫൈനാൻഷ്യൽ ഇയർ വരുമാനം. ഈ വർഷം ഞാനൊരു 50 ലക്ഷം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയധികം സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ്. നോ വൺ ഈസ് കമ്മിങ് ടു സേവ് യു. ദിസ് ലൈഫ് ഈസ് 100% യുവർ റെസ്പോൺസിബിലിറ്റി. ആക്ട് അക്കോർഡിംഗ്ലി. നിങ്ങളെ രക്ഷിക്കാൻ ആരും വരില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നിങ്ങളെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എൻ്റെ മാത്രമാണ്. ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ഒരു ബെറ്റർ ലൈഫിലേക്കും ലക്ഷറി ലൈഫിലേക്കും മാറാൻ ദൈവം തന്ന ഒരു അവസരമാണ് MI ലൈഫ്സ്റ്റൈൽ. അതിന് നെഞ്ചോട് ഏറ്റെടുത്ത് പ്രവർത്തിക്കുക. വിജയിക്കുമെന്ന് ഉറപ്പോടുകൂടി പ്രവർത്തിക്കുക. പ്രവർത്തിച്ചതിന് ശേഷമല്ല റിസൾട്ട്. എല്ലാം ആത്മാർത്ഥമായി 100% ബിലീഫോടുകൂടി എന്ത് ചെയ്യുക, നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എന്നെ ഇൻവൈറ്റ് ചെയ്ത ഈ ടീമിലെ എല്ലാ ലീഡേഴ്സിനും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ ഇൻവൈറ്റ് ചെയ്ത എല്ലാ ലീഡേഴ്സും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇത്രയും നേരം എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ വിജയാശം നേർന്നുകൊണ്ട് അടുത്ത മീറ്റിംഗിൽ കാണാം. തൽക്കാലം നിർത്തുന്നു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ നൈസ് ഡേ. ജയ് മൈ.